സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. തം തോടകം എന്ന് ആരൊക്കെയോ പറയുന്നത് എൻ്റെ ചെവികളിൽ പതിച്ചു. നമ്മൾ മൂന്നാമത്തെ വരി നിർത്തുമ്പോൾ നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്ര മഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യ മഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം. ആരോ സ്തം കഴിഞ്ഞ ദിവസവും എനിക്കത് കേട്ടു. തെറ്റ് കണ്ടുപിടിക്കുകയാണെന്ന് ദയവായിട്ട് വിചാരിക്കരുത്. നിങ്ങൾ ശരിയായിട്ട് ഉച്ചരിക്കണം. തെറ്റില്ലാതെ കാര്യങ്ങൾ പറയുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്നൊരു നിഷ്കർഷ എനിക്കുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമുക്കിന്ന് തുടങ്ങാം. നമുക്ക് വായിക്കേണ്ടത് 18ാമത്തെ പദ്യം മുതലാണ്. മലയാളം പുസ്തകത്തിലെ 18ാമത്തെ പദ്യം ശൂലയും പേയും എന്ന് തുടങ്ങുന്ന പദ്യം. ശൂലയും പേയും പിടിത്തുഴൽവാർ ചുമ്മാ നമ്പോൽ അറിവീരൻ്റുരൈത്ത ബുദ്ധി പോൽ മൂല ഇരുളാന മറന്തറിവാർ ഈതെൻറാൻ என்பாർ അരുളാൽ അറിന്തറിവാരേ. ശൂലയും പേയും പിടിത്തുഴൽവാർ ചുമ്മാ നമ്പോൽ അറിവീർ എന്നുരൈത്ത ബുദ്ധി പോൽ. ശൂലവ്യാധി. എന്താണ് ഈ ശൂലവ്യാധി എന്ന് ചോദിച്ചാൽ വാദത്തിൻ്റെ രോഗമുണ്ടല്ലോ. കൈകാല് കടച്ചിൽ, പുകച്ചിൽ, സന്ധികളിലെ വേദന, ഒരു വല്ലാത്ത അസുഖമാണ് ഈ വാദം. എന്ത് ചെയ്താലും ആ വേദനയ്ക്ക് ശമനം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇരുമ്പ് കമ്പി പഴുപ്പിച്ച് വെക്കുമെന്നൊക്കെയാണ്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പഴുപ്പിച്ച് വെച്ചില്ലെങ്കിൽ അല്പം ചൂടോടുകൂടി വയ്ക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മിക്കവാറും അത് നാൽക്കാലികൾക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടിക്കാള ഇങ്ങനെയുള്ളതിനൊക്കെ ആ അസുഖം, കാലിന് അസുഖം വരാതിരിക്കാൻ വേണ്ടി കമ്പി പഴുപ്പിച്ച് അതിൻ്റെ ശരീരത്തിൽ വെക്കും. ഈ വണ്ടിക്കാളെ കണ്ടാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ ശരീരത്തിൽ ഈ കമ്പി പഴുപ്പിച്ച് വെച്ച പാടുണ്ടാവും. അത് ക്രൂരതയല്ല. ഇനിയിപ്പോൾ അത് എന്താ പറയുന്നത്, മൃഗപീഡനം, ജീവഹിംസ എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഉദ്ദേശം നോക്കൂ. അത് ദീർഘകാലം അസുഖമൊന്നും ഇല്ലാതെ കഴിയണം. ഒരു വാക്സിനേഷൻ പോലെയാണ് ഈ കമ്പി പഴുപ്പിച്ച് വെക്കുക എന്നുള്ളത്. എന്തായാലും ഈ ശൂലവ്യാധി എന്ന് പറയുന്നത് വാതരോഗം എന്നൊരു അഭിപ്രായമുണ്ട്. അതല്ല, കടുത്ത വയറുവേദന എന്നും രണ്ട് രീതിയിലും ഈ രണ്ടസുഖത്തിനെയും ശൂലവ്യാധി എന്നാണ് തമിഴിൽ പറയുന്നത്. അതെ, കർണശൂലം എന്ന് പറയും. ഇനി ശൂലവ്യഥ എന്ന് പറഞ്ഞാൽ പ്രസവ വേദന എന്നാണ് അർത്ഥം. ശങ്കരാചാര്യര് മാതൃപഞ്ചകം എന്ന് പറഞ്ഞിട്ട് അമ്മയെ സ്തുതിച്ചുകൊണ്ട്, സ്വന്തം അമ്മയല്ല, ലോകത്തിലുള്ള ഏതൊരമ്മയെയും സ്തുതിച്ചുകൊണ്ട് 5 പദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പദ്യമാണ് ആസ്താം താപതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാച സാംവത്സരി ഏകസ്യാവിന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാഹ ക്ഷമോ ദാതും നിഷ്കൃതി മുന്നതോപിതനയസ്തസ്യൈ ജനന്യൈ നമഃ. അവിടെ പറയുന്നത് എത്ര ശ്രേഷ്ഠനായ മകനെ കൊണ്ടുപോലും അമ്മ അനുഭവിച്ച പ്രസവ വേദനയ്ക്ക് പ്രത്യുപകാരമോ പ്രതിഫലമോ ചെയ്യാൻ പറ്റില്ല. അവിടെ ദുർവാര ശൂലവ്യഥ എന്നാണ് പറയുന്നത്. തടുക്കാൻ പറ്റാത്ത എന്തൊക്കെ പെയിൻ കില്ലറോ എന്തൊക്കെ ഇഞ്ചക്ഷനോ കൊടുത്താലും ഈ പ്രസവ വേദന അനുഭവിച്ചേ മതിയാവും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ നൊന്ത് പ്രസവിക്കുന്ന അമ്മയ്ക്ക് മാത്രമേ കുഞ്ഞിനോടൊരു ഇഷ്ടം തോന്നൂ എന്നാണ്. സിസേറിയനൊക്കെ ചെയ്തെടുക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക്, ആ മാതാവിന് ആ കുട്ടികളോട് ഒരു അതിര് കടന്ന നൊന്ത് പെറ്റ കുഞ്ഞിനോടുള്ള അത്രയും സ്നേഹം
ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ വേദന, അപ്പോൾ വേദനിപ്പിച്ചവനെ അല്ലെങ്കിൽ വേദനിപ്പിച്ചവളോട് ഇഷ്ടം കൂടും. അതാണല്ലോ ചില കുട്ടികളൊന്നും ഈ പ്രസവവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 6, 7, 8, ചിലപ്പോൾ 10 മണിക്കൂറും ഒക്കെ ഉണ്ടാവും. ഇത് സമയമാകാതെ പുറത്തു വരില്ലെന്നേ. ജ്ഞാനം പോലെയാണ് ഈ ഗർഭസ്ഥ ശിശു എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മൾ ചാടിയത് കൊണ്ടോ ഓടിയത് കൊണ്ടോ നിലവിളിച്ചത് കൊണ്ടോ ഒന്നും പെട്ടെന്ന് ഇങ്ങോട്ട് പോരില്ല. ആ ജനന സമയം, ആ കർമ്മഫലം, അത് ആ സമയമാകുമ്പോൾ ആ കർമ്മഫലത്താൽ പ്രേരിപ്പിക്കപ്പെട്ട ഷഠവായു എന്നൊരു വായു ഉണ്ട് എന്നാണ്. ഈ വായുവിന്റെ ഉന്തൽ കൊണ്ടാണ് ഗർഭസ്ഥ ശിശു യോനി മുഖത്തിലൂടെ പുറത്തേക്ക് തള്ളപ്പെടുന്നത്. അപ്പൊ ഇതൊന്നും നമ്മുടെ കൈകളിലല്ല. ഒരു ഡോക്ടർക്കും ഒരു ജോസിനും കൃത്യമായി പ്രവചിക്കാൻ പറ്റില്ല ഈ പ്രസവ സമയം. ജനിക്കുമ്പോൾ നിങ്ങൾ സമയം നോക്കിക്കോളൂ, ജാതകം ഗണിച്ചോളൂ. അല്ലാതെ ഇതൊന്നും പ്രവചനത്തിന് വിഷയീഭവിക്കുന്നതല്ല. അപ്പൊ ഈ ശൂലവ്യഥ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വാതരോഗം എന്നെടുക്കാം, അല്ലെങ്കിൽ അതികഠിനമായ വയറുവേദന. ഇങ്ങനെയുള്ള ശൂലയും ഏത് രോഗം എടുത്താലും ശരിയാണ്. മൊത്തത്തിൽ ശരീരത്തിന് മുഴുവൻ അതികഠിനമായ വേദനയുണ്ടാക്കുന്ന ഒരു രോഗം, അതെന്തായാലും എന്താ, അതിനെയാണ് ശൂല, ശൂലൈ എന്ന് തമിഴിൽ പറയും. ശൂലയും പേയും പിടിത്തുഴൽവാർ. ഇനി ഭൂതബാധ അല്ലെങ്കിൽ പ്രേതബാധ, ദുഷ്ടശക്തി ആവേശിച്ചിരിക്കുന്നു അയാളുടെ ശരീരത്തിൽ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഈ ജ്ഞാനികളെ കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കുന്നത് ഇവർക്ക് ഏതോ തരത്തിലുള്ള ശാരീരിക വേദനയുണ്ട്, അല്ലെങ്കിൽ ബാധ കൂടിയവരാണ് എന്നൊക്കെ അജ്ഞാനികൾ ജ്ഞാനികളെ കുറിച്ച് വിചാരിക്കും. കാരണം സാധാരണയിൽ നിന്ന് വ്യത്യസ്തരാണ്. നമ്മൾ എന്താ പറയുന്നത്, ഭൂരിഭാഗം ആൾക്കാർ, ലോകത്തിൽ അധികം ജനങ്ങളും ഏതു മാർഗത്തെ അവലംബിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, ഇതിനെ ആശ്രയിച്ചാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ ആൾക്കാർ ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നുവോ അവരെല്ലാവരും നോർമലാണ് എന്നാണ് അവരുടെ വിചാരം. അതിൽ നിന്ന് വഴിവിട്ട് സഞ്ചരിക്കുന്നവനെ അബ്നോർമൽ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ എന്നാണ് ഈ ലൗകികന്മാർ മുദ്ര കുത്തുന്നത്. ഒരു തമാശയുണ്ട്. ജവഹർലാൽ നെഹ്റു ഒരിക്കൽ തിഹാർ ജയിൽ സന്ദർശിച്ചു. ജയിലിലുള്ള അന്തേവാസികളെ കണ്ട് അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ചെന്നു എന്നാണ് തിഹാർ ജയിൽ. അപ്പൊ അതിൽ കുറെ ഭ്രാന്തന്മാരും ഉണ്ട്, ബുദ്ധിസ്ഥിരതയില്ലാത്തവർ, അല്ലെങ്കിൽ മാനസിക രോഗികളുടെ ഒരു ആശുപത്രിയാണെന്ന് വിചാരിച്ചോളൂ. അവിടെ പോയപ്പോൾ നെഹ്റു ഒരു രോഗിയുടെ അടുത്ത് ചെന്നു. അയാൾ എന്തൊക്കെയോ ശകാരിച്ചു, നെഹ്റുവിനെ വഴക്ക് പറഞ്ഞു, അസഭ്യം പറഞ്ഞു. അപ്പൊ കൂടെ വന്ന വാർഡൻ അയാൾ പറഞ്ഞു, ഇദ്ദേഹം ആരെന്നറിയാമോ? അങ്ങനെയൊന്നും പറയരുത്, കാരണം അന്ന് അദ്ദേഹം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അങ്ങനെയൊന്നും പറയരുത്, വന്നിരിക്കുന്ന ആരെന്നറിയാമോ? അപ്പോൾ അയാൾ പറഞ്ഞു, ആരായാലെത്താ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നെഹ്റു അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, ആ രോഗിയുടെ അടുത്ത് എന്ന് ചോദിച്ചു, ശരിക്കും തനിക്ക് ഞാൻ ആരെന്നറിയാമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, അറിയില്ല എന്ന്. ഞാനാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു. ഉടനെ ആ രോഗി പറയുകയാണ്, പതുക്കെ പറയണം, ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ട് അടച്ചിട്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നതാണ്. അപ്പൊ എനിക്ക് താമസിക്കാൻ അവർ ഒരുക്കി തന്ന സ്ഥലമാണ് ഈ ഭ്രാന്താശുപത്രി. അതുകൊണ്ട് പുറത്ത് പറയേണ്ട, തന്നെ ഇവിടെ പിടിച്ച് കിടത്തും. എന്താ, ഭ്രാന്തന്മാർ ഇതാണ് ചെയ്യുന്നത്. ഭ്രാന്തന്മാരാരും തനിക്ക് ഭ്രാന്തുണ്ടെന്ന് സമ്മതിക്കില്ല. ഒരാൾക്ക് തനിക്ക് ഏതോ തരത്തിലുള്ള അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഭ്രാന്തുണ്ട് എന്ന് അയാൾക്ക് തോന്നി തുടങ്ങിയാൽ ബുദ്ധി നേരെയാവുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. നേരെയാവുന്നു, നോർമലാവുന്നു എന്നർത്ഥം. അപ്പൊ പേയും പിടിത്തുഴൽവാർ, ബാധ കൂടിയവരെ പോലെയോ അല്ലെങ്കിൽ അതികഠിനമായ ഏതോ വേദന ശരീരത്തിലുള്ളവരെ പോലെയുമോ ഒക്കെയാണ് അജ്ഞാനികൾ ജ്ഞാനികളെ കണക്കാക്കുന്നത്. പിടിത്തുഴൽവാർ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുന്നവർ. ബാധ കൂടിയാലും നമുക്ക് കഷ്ടമാണ്, ശരീരത്തിൽ വ്യാധി വന്നാലും കഷ്ടമാണ്. ചുമ്മാ നമ്പോൽ അറിവീർ എന്നുരൈത്ത ബുദ്ധി പോൽ. ഈ ജ്ഞാനികളെ എങ്ങനെയാ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, അയാൾ നമ്മെ പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. എന്താ വ്യത്യാസം? അയാളും രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, കാപ്പി കുടിക്കുന്നു, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നു, സാധാരണ കൃത്യങ്ങളൊക്കെ ചെയ്യുന്നു, സംസാരിക്കുന്നു, നമ്മെ പോലെ തന്നെ വസ്ത്രം ധരിക്കുന്നു. ആ വസ്ത്രധാരണത്തിലെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ആൾക്കാർ എന്തോ അസാമാന്യനാണ് എന്ന് അംഗീകരിക്കും. എല്ലാം സാധാരണക്കാരെ പോലെ തന്നെ ആണ് ഒരു ജ്ഞാനി ചെയ്യുന്നതെങ്കിൽ ഈ അജ്ഞാനികൾ
അവരെ പറയുന്നത് അദ്ദേഹവും നമ്മ പോലെയൊക്കെ തന്നെ, വിശേഷതയൊന്നുമില്ല, വൈശിഷ്ട്യമൊന്നും അദ്ദേഹത്തിലില്ല. കാരണം നമ്മൾ ചെയ്യുന്നതൊക്കെ അദ്ദേഹവും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആന്തരമായ മാഹാത്മ്യം അറിയാതെയാണ് ഇവരിങ്ങനെ പറയുന്നത്. പിടിത്തുഴൽവാർ സുമ്മാ നമ്പോൽ അറിവീർ എന്നുരൈത്ത ബുദ്ധി പോൽ. അദ്ദേഹവും നമ്മെപ്പോലെയൊക്കെ തന്നെയാണ്. ജ്ഞാനിന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ ജ്ഞാനിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? ശ്രീരാമകൃഷ്ണദേവൻ ചോദിക്കുന്നത് പോലെ ചോദിക്കേണ്ടി വരും. ജ്ഞാനിക്ക് എന്താ 2 കൊമ്പുണ്ടോ? ഒരാളെ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പുതിയതായി തലയിൽ നിന്ന് 2 കൊമ്പ് മുളയ്ക്കുമോ? ഒന്നുമില്ല. അതൊരു ഉൾമഹിമയാണ്. ബുദ്ധിയിലാണ് ഈ ജ്ഞാനം പ്രകാശിക്കുന്നത്. സൂക്ഷ്മമായി അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ മഹത്വം കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ല. അതിന് പാകത ഇല്ലാത്തവരാണ് മിക്കവാറും ജനങ്ങൾ. അപ്പോൾ നമ്മെപ്പോലെയാണ് എൻ്റെ ഉരൈത്ത ബുദ്ധി പോൽ എന്ന് പറയുന്ന ബുദ്ധിയെ പോലെ. കാരണം അവരുടേത് അല്പബുദ്ധിയാണ്. അജ്ഞാനികളെ പോലെ തന്നെയാണ് ഈ ജ്ഞാനിയും. അവർക്ക് നമ്മിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ മൂല ഇരുളാൻ മറന്തറിവാർ. മൂല ഇരുൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു ഇരുട്ട്. മൂലാന്ധകാരം എന്ന് പറഞ്ഞാൽ എന്താ? അവിദ്യയാകുന്ന ഇരുട്ട്. ആ അവിദ്യയാകുന്ന ഇരുട്ട് അല്ലെങ്കിൽ മുമ്മലങ്ങളിലെ ആണവമലം. ആണവം, കർമ്മം, മായ. ആണവം എന്ന് പറഞ്ഞാൽ അഹങ്കാരം, ജീവഭാവം. ആ അവിദ്യയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഈ അഹങ്കാരം. അപ്പോൾ ഒന്നുകിൽ അവിദ്യയാകുന്ന അന്ധകാരമെന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന അഹങ്കാരം, അവിദ്യയാകുന്ന അന്ധകാരമോ അല്ലെങ്കിൽ അതിൽ നിന്ന് ജനിക്കുന്ന അഹങ്കാരമോ, അതാണ് മൂല ഇരുൾ എന്ന് പറയുന്നത്. മൂല ഇരുളാൻ മറന്തറിവാർ. ആ അവിദ്യാന്ധകാര കാരണമായി തന്നെ മറന്ന് പ്രപഞ്ചത്തെ അറിയുന്നവർ. ഇരുളാൻ മറന്തറിവാർ. ഇരുളാൻ എന്ന് പറഞ്ഞാൽ ഇരുളാൽ, സന്ധിയിൽ അത് ഇരുളാൻ എന്ന് മാറും. ആ മൂല അവിദ്യയാൽ മറന്ന് അറിവാർ. തന്നെ മറന്ന് പ്രപഞ്ചത്തെ അറിയുന്നവർ ആരാണ്? അജ്ഞാനികൾ എന്നർത്ഥം. സ്വരൂപത്തെ വിട്ട് താനല്ലാത്ത ജഡത്തെ, പ്രപഞ്ചത്തെ സത്യമെന്ന് കരുതുന്നവർ അവരാണ് എന്ത് പറയുന്നത്? നമ്മ പോലെയൊക്കെ തന്നെയാണ് ഈ ജ്ഞാനികളും. ഈതെൻറാൻ എൻപാർ. ഈത് എൻ താൻ. ഇതെന്ത് പെരുമാറ്റം എന്നവർ പറയും. അതായത് ജ്ഞാനികളുടെ ചെയ്തികളെ വിമർശിക്കാൻ തുടങ്ങും. ഇവരെന്താ ചില സമയത്ത് വിചിത്ര സ്വഭാവങ്ങളോട് കൂടിയിരിക്കുന്നത് എന്നൊക്കെ അവരുടെ ചെയ്തികളെ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളെ വിമർശനത്തിന് വിധേയമാക്കും. വാസ്തവത്തിൽ അവർ വിമർശനത്തിനൊക്കെ അതീതരാണ് ജ്ഞാനികൾ. ഈതെൻറാൻ എൻപാർ. ഈത് എന്ന് പറഞ്ഞാൽ ഇത്, എൻ താൻ. ഇതെന്ത് പെരുമാറ്റം എന്ന് ജ്ഞാനികളുടെ പ്രവൃത്തികളെ വിമർശിക്കും അജ്ഞാനികൾ. അരുളാൽ അറിന്തറിവാരേ. അരുൾ എന്ന് പറഞ്ഞാൽ ഈശ്വര കൃപ, ഭഗവത് അനുഗ്രഹം. ഭഗവത് അനുഗ്രഹം കൊണ്ടാണ് ഒരാൾ ഭഗവാനെ അറിയുന്നത് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടുന്നത്. അങ്ങനെ അരുളാൽ അറിந்து ഈശ്വര കൃപ കൊണ്ട് തൻ്റെ സ്വരൂപത്തെ മനസ്സിലാക്കിയ അറിവാരേ. ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഒരാൾക്ക് ആത്മദർശനം, ആത്മപ്രാപ്തി ഉണ്ടാവുന്നത്. അങ്ങനെ ആത്മാവിനെ സാക്ഷാത്കരിച്ചവരെ ഇവരെന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ അജ്ഞാനികൾ, ലൗകികന്മാർ വിമർശിക്കും, കുറ്റം കണ്ടുപിടിക്കും. ആത്മാവിൽ അവിദ്യ എന്ന് പറയുന്നത് എന്താ? അങ്ങനെയൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. ഉള്ളതുപോലെ തോന്നുന്നു, പക്ഷേ അത് ആത്മസ്വരൂപത്തെ മറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവന് ഈ അവിദ്യ തൻ്റെ സ്വരൂപത്തെ മറച്ചതായി തോന്നുന്നു. ഏതുപോലെ? ചെമ്പ് പാത്രങ്ങളിൽ ക്ലാവ് പിടിക്കാറില്ലേ? കുറേ കാലം ഉപയോഗിക്കാതെ വെച്ചിരുന്നാൽ. ക്ലാവ് എന്ന് അതൊരു കെമിക്കൽ കോമ്പൗണ്ടാണ്. ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ആയിട്ട് ചേർന്ന് അന്തരീക്ഷത്തിലുണ്ടല്ലോ ജലാംശം, നീരാവി. അതും ഈ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടൊക്കെ ചേർന്നിട്ട് കോപ്പർ കാർബണേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ക്ലാവ് എന്ന് പറയുന്നത്. അത് വലിയ വിഷമാണ്. അതുകൊണ്ട് ചെമ്പ് പാത്രമൊക്കെ അത് പാചകം ചെയ്യാൻ എടുക്കുമ്പോൾ നല്ല പോലെ തേച്ച് വൃത്തിയാക്കിയതിന് ശേഷമേ അതിൽ പാചകം ചെയ്യാവൂ, അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാവും. കോപ്പർ കാർബണേറ്റ് എന്ന് പറയുന്ന സാധനം ഭയങ്കര വിഷമാണ്. വയറിന് വല്ലാത്ത ബുദ്ധിമുട്ടും വേദനയും ഒക്കെ
അതുണ്ടാക്കും. ഈ 18ാമത്തെ പദ്യത്തിന്റെ അർത്ഥം മലയാളം പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല. ഇതിൽ 17 ശൂലയും പേയും പിടുത്ത്, അത് 17ാമത്തെ പദ്യമാണ്. അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന അർത്ഥം 16ാമത്തെ പദ്യത്തിന്റെ അർത്ഥമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. ചുരുക്കം ഈ 17ാമത്തെ പദ്യത്തിന്റെ അർത്ഥം 110 112 അല്ല. ആ അർത്ഥം ഈ ശ്ലോകത്തിന്റെ അർത്ഥമല്ല. ഈ അർത്ഥം വരുന്നില്ല. ഞാനത് വീട്ടിൽ വെച്ച് വായിച്ച് നോക്കിയതാണ്. അതാണെന്ന് വിചാരിച്ച് നോക്കുവാണെങ്കിൽ വായിക്കാം, അല്ലാതെ എന്ത് ചെയ്യാം. ഇതിന്റെ ആ അർത്ഥം ഇതിൽ, ഈ പദ്യത്തിന്റെ അർത്ഥം ഈ പാരഗ്രാഫിൽ പ്രതിഫലിക്കുന്നില്ല. പോട്ടെ. എൻ്റെ അറിവ് പോലെ തന്നെ നീയും അറിഞ്ഞുകൊള്ളുകയേ വേണ്ടൂ എന്ന് മഹാശൂലനോവും ഭ്രാന്തും പിടിച്ചുഴലുന്നവർ നിങ്ങൾ ധന്യരാണെന്ന് അന്യരെ ധരിപ്പിക്കുന്നത് പോലെ. അപ്പൊ ശരി തന്നെയാണ്. ആ 17ാമത്തെ പദ്യത്തിന്റെ അർത്ഥം തന്നെയാണ്. എൻ്റെ അറിവ് പോലെ തന്നെ നീയും അറിഞ്ഞുകൊള്ളുകയേ വേണ്ടൂ. ഞങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ജ്ഞാനികളെ നിങ്ങളും മനസ്സിലാക്കണം. ഞങ്ങൾക്ക് പ്രപഞ്ചം സത്യമാണ്, നിങ്ങൾ അങ്ങനെ തന്നെ കാണണം എന്ന് മഹാശൂലനോവും ഭ്രാന്തും പിടിച്ചുഴലുന്നവർ നിങ്ങൾ ധന്യരാണെന്ന് അന്യര് ധരിപ്പിക്കുന്നത് പോലെ. നിങ്ങൾ ധന്യരാണെന്ന് ഇവിടെ യോജിക്കുക അർത്ഥം. ഇങ്ങനെ ഭ്രാന്തും ഈ ശൂലവ്യാധിയും ബാധിച്ചവർ അന്യര് ധരിപ്പിക്കുന്നത് പോലെ അജ്ഞാന തമസ്സിൽ കിടന്ന് നട്ടം തിരിഞ്ഞ് നശിക്കുന്നവരായാലും മഹാധന്യരെന്ന് സ്വയം നടിക്കുന്ന മൂഢന്മാരായ പാമരന്മാർ ജ്ഞാനത്താൽ തങ്ങളുടെ പരമാർത്ഥമറിഞ്ഞ് ആമോദിക്കുന്ന ഈ അരുൾജ്ഞാനമുക്തന്മാരെ ആക്ഷേപിച്ചാലും ഉപദ്രവിച്ചാലും അത് ആ മഹാഭക്തജ്ഞാനികൾക്ക് ഒരു ദോഷവും ചെയ്യുന്നതല്ലല്ലോ. എനിക്കെന്തോ ആ ആശയവുമായിട്ട് ഒരു പൊരുത്തം തോന്നുന്നില്ല. നമുക്ക് അടുത്ത പദ്യം വായിക്കാം. മരുൺമൂകർ വാക്കറിയ വല്ലരോ മായാ ഇരുളേ ഒളിയായിരിപ്പർ അരുളൊരുത്ത പേയരൈ പേയന്നാരോ പിത്തനാ പാലിരുട്കൺ പാർവൈക്ക് ബാനു പകൈ. മരുൺ മൂകർ വാക്കറിയ വല്ലരോ. മരുൾ മൂകർ എന്നാണ് അതിനെ പിരിക്കേണ്ടത്. മരുൾ മൂകർ എന്ന് പറഞ്ഞാൽ ഭ്രാന്തരായ ഊമകൾ. ഭ്രാന്തുണ്ട്, അതേസമയം ഊമയുമാണ്. അജ്ഞാനികളെയാണ് പറയുന്നത്. അവർക്ക് വേണ്ടവണ്ണം കാര്യങ്ങൾ അറിയില്ല, കാര്യങ്ങളെ നല്ലപോലെ പറഞ്ഞു ഫലിപ്പിക്കാൻ അറിയില്ല. ആ അർത്ഥത്തിലാണ് മൂകർ, ഊമകൾ എന്ന് പറഞ്ഞത്. ഭ്രാന്തരാണ്, പ്രപഞ്ചത്തെ സത്യമെന്ന് കരുതി ഭ്രമിച്ചു പോയിരിക്കുന്നു. ഭ്രാന്തരായ ഊമകളെ പോലെയാണ് അജ്ഞാനികൾ. മരുൺ മൂകർ വാക്കറിയ വല്ലരോ. ഈ ഭ്രാന്തന്മാരായ ഊമകൾക്ക് ജ്ഞാനികളുടെ വാക്കിനെ അറിയാൻ സാമർഥ്യമുണ്ടോ? ഇല്ല എന്നർത്ഥം. ജ്ഞാനികൾ ഈ സത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അതിനെ വിശദീകരിക്കുമ്പോഴും ഈ അജ്ഞാനികൾ എന്താ മനസ്സിലാക്കുക? അവരെന്തോ പറയുന്നു, ഇവരെന്തോ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഒരു ഹിന്ദിക്കാരൻ ഹിന്ദിയിൽ എന്തൊക്കെയോ ചോദിക്കുകയാണ്. അത് കേട്ടിട്ട് ഒരാൾ തമിഴിൽ ഗംഭീരമായിട്ട് മറുപടി പറയുകയാണ്. അയാൾ പറയുന്നതിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും ഇയാൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല. അയാൾ പിന്നെയും ചോദിക്കുന്നു, ഇയാൾ ഹിന്ദിയിൽ ചോദിക്കുന്നു, കിട്ടുന്ന ഉത്തരം തമിഴിൽ. ഇതുപോലെയാണ്. അപ്പൊ എനിക്ക് ഇതാണ് ഓർമ്മ വന്നത്. ജ്ഞാനികൾ ഈ സത്യത്തെ സാക്ഷാത്കരിച്ച് അവര് അതിനെ വിവരിക്കുന്നു വാക്കുകൊണ്ട് പറ്റുന്നിടത്തോളം. പക്ഷേ ഈ അജ്ഞാനികൾ പ്രപഞ്ചതലത്തിൽ, ശരീരതലത്തിൽ, മനസ്തലത്തിൽ നിൽക്കുന്ന അജ്ഞാനികൾ എന്താണ് മനസ്സിലാക്കുന്നത്? അവരുടെ ഉപദേശത്തെ ഇവർ വേണ്ടവണ്ണം അതിന്റെ സൂക്ഷ്മാർത്ഥം ഗ്രഹിക്കുന്നുണ്ടോ? സംശയമാണ്. മരുൺമൂകർ വാക്കറിയ വല്ലരോ. ജ്ഞാനികളുടെ വാക്കിനെ, അവരുടെ ഉപദേശങ്ങളെ, തത്വ വിവരണത്തെ വേണ്ടവണ്ണം അറിയാൻ സമർത്ഥരാണോ? മായാ ഇരുളേ ഒളിയായിരിപ്പർ. മായയാകുന്ന ഇരുട്ടിനെ പ്രകാശം എന്ന് കരുതി ജീവിക്കുന്നവർ. മായ വാസ്തവത്തിൽ ഇരുട്ടാണ്. എന്തുകൊണ്ട്? ആ അവസ്ഥയിൽ മനുഷ്യൻ സത്യത്തെ അറിയുന്നില്ല. അന്ധകാരം പോലെയാണത്. ഈ മായയാകുന്ന ഇരുട്ടിനെ ഒളിയായിരിപ്പർ, പ്രകാശമാണ് എന്ന് കരുതി അവർ ഇരിക്കുന്നു, ജീവിക്കുന്നു. അവർക്കെങ്ങനെ ഈ ജ്ഞാനികളുടെ നിലയോ അവരുടെ ഉപദേശമോ മനസ്സിലാകും? അരുളൊരുത്ത പേയരൈ. ഉരുത്ത അരുൾ പേയരൈ. ഉരുത്ത എന്ന് പറഞ്ഞാൽ ശക്തമായ, അരുൾ ഭഗവത് അനുഗ്രഹം, കൃപ. ഉരുത്ത അരുൾ പേയരൈ, ശക്തമായ ഈശ്വര കൃപയാകുന്ന ഭ്രാന്ത് ബാധിച്ചവർ. ഈശ്വര കൃപ
ഇവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന്. ഇവരുടെ നിയന്ത്രണത്തിലല്ല, ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഒരാളെ ബാധ പിടികൂടുമ്പോൾ പിന്നെ ബാധയുടെ വിളയാട്ടമായിരിക്കും അവിടെ. ഇയാളുടെ വ്യക്തിത്വം അതിന് താഴെ നിൽക്കും. അതുകൊണ്ടാണ് അസാധാരണമായി വിചിത്രമായിട്ടൊക്കെ ഈ ബാധ കൂടിയവർ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. അരുളുരുത്ത പേയരെ ഭഗവാന്റെ കടാക്ഷമോ കാരുണ്യമോ അനുഗ്രഹമോ ഒക്കെ ആകുന്ന ഭ്രാന്ത് പിടിച്ച ഈ ജ്ഞാനികളെ പേയന്മാരോ, ഭ്രാന്തന്മാർ അല്ലെങ്കിൽ പിശാചാണ് ഇവൻ, എന്തൊക്കെയോ പറയുന്നു, എന്തോ ഇവനിൽ ബാധ കൂടിയിട്ടുണ്ട് എന്നൊക്കെ അജ്ഞാനികൾ പറയും. പേയന്മാരോ, പേയ് എന്ന് പറഞ്ഞാൽ ഭൂതം പ്രേതം എന്നൊക്കെയാണ് അർത്ഥം തമിഴിൽ. ഇവനെ പേയ് എന്ന് പറയുകയില്ലേ? പറയും, തീർച്ചയായും പറയും, പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. പിത്തന പാൽ ഇരുട്കൺ പാർവൈക്ക് ബാനു പകൈ. പിത്തന എന്ന് പറഞ്ഞാൽ പിത്തം ബാധിച്ചവന്റെ നാവ്. ശരീരത്തിൽ ഈ പിത്തം അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ അവന്റെ നാവിന് പാല് രുചികരമായി തോന്നില്ല. പാല് എന്നല്ല, പൊതുവെ ആഹാരത്തോട് ഒരു ഇഷ്ടമില്ലായ്മ തോന്നും. ആഹാരം വേണ്ട വേണ്ട എന്ന് തോന്നും. വിശപ്പുണ്ടാവില്ല. അതാണ് പിത്തത്തിന്റെ ലക്ഷണം. അപ്പോ പിത്തന എന്ന് പറഞ്ഞാൽ പിത്തം ബാധിച്ച നാവ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പിത്തം ബാധിച്ചവന്റെ നാക്ക് പാലിനെ എങ്ങനെ ഉൾക്കൊള്ളാതെ ഇരിക്കുമോ, എനിക്ക് പാല് വേണ്ട, ആഹാരം തന്നെ വേണ്ട, വിശപ്പില്ല എന്നെങ്ങനെ പറയുമോ, അതുപോലെ ജ്ഞാനികളുടെ വാക്കിനെ ഈ ലൗകികന്മാർ വേണ്ടവണ്ണം ഉൾക്കൊള്ളുന്നില്ല. പിത്തന പാൽ പകൈ. പകൈ എന്നുള്ള അവസാനത്തെ വാക്ക് ഇതിന്റെ കൂടെ ചേർത്തോളണം. രണ്ട് സ്ഥലത്തും വരും അത്. പിത്തന പാൽ പകൈ. പിത്തം പിടിച്ചവന് പാൽ പകയാണ് എന്ന് പറഞ്ഞാൽ ശത്രുവാണ്, വേണ്ട, എനിക്കത് കാണണ്ട, പാൽ എനിക്ക് വേണ്ട എന്ന് ശക്തമായി അതിനെ തള്ളിക്കളയും. ഇനി എന്താ? ഇരുട്കൺ പാർവൈക്ക് ബാനു പകൈ. ഇരുട്കൺ എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ കാണാൻ കഴിവുള്ള കണ്ണ്. പ്രധാനമായിട്ട് പൂച്ചയ്ക്ക് പകലിലും ഇരുട്ടിലും കണ്ണ് കാണാൻ പറ്റും. പക്ഷെ മൂങ്ങകൾക്ക് പകല് കണ്ണ് കാണാൻ പറ്റില്ല, രാത്രിയിൽ മാത്രമേ കണ്ണ് കാണൂ. അവർക്ക് അവരുടെ പോക്ക് അങ്ങനെയാണ്. അപ്പൊ ഈ ഇതിന് പറയുന്നത്, ഊമയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്നത് ഉലൂകം എന്നൊരു വാക്കുണ്ട്, ദിവാഭീതം എന്നൊരു വാക്കുണ്ട്. ആ ദിവാഭീതം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പകലിനെ ഭയപ്പെടുന്നത്, വെളിച്ചത്തെ ഭയപ്പെടുന്നത്. മൂങ്ങുകള് ആ മരപ്പൊത്തുകളിൽ നിന്നും പകല് പുറത്തു വരാറില്ല. അവർക്ക് കണ്ണ് ഒന്നും കാണില്ല. നട്ടുച്ചയ്ക്ക് നമ്മൾ വ്യക്തമായി വസ്തുക്കളെ കാണുന്ന ആ സൂര്യപ്രകാശത്തിൽ അവയുടെ കാഴ്ചശക്തി മങ്ങിപ്പോവും. അവർക്ക് നല്ലപോലെ കണ്ണ് കാണാൻ പറ്റുന്നത് രാത്രി മാത്രമാണ്. പിന്നെ ഈ മൂങ്ങയ്ക്ക് വേറൊരു സവിശേഷതയുണ്ട്. തന്റെ തല 360 ഡിഗ്രി ഒരു ഫുൾ സർക്കിളിൽ റൊട്ടേറ്റ് ചെയ്യാൻ കഴിവുള്ള പക്ഷിയാണ് ഈ മൂങ്ങ. നമുക്ക് പരമാവധി ഇത്രയും കൊണ്ടുപോകാം. ഇടത്തെ അറ്റത്തു നിന്ന് തുടങ്ങി നേരെ എതിർദിശയിൽ, പിന്നെ നേരെ പുറകെ 270 ഡിഗ്രിയെ മനുഷ്യന്റെ തല തിരിയും. പക്ഷെ മൂങ്ങയ്ക്ക് 360 ഡിഗ്രി ഒരു ഫുൾ സർക്കിൾ. അതായത് നേരെ പുറകിലുള്ള വസ്തുവിനെ തലതിരിച്ച് നോക്കണ്ട, നിന്ന് നെപ്പിലിരുന്ന് തല കറക്കി പുറകിലുള്ളതിനെ നോക്കാനുള്ള കഴിവുണ്ട് എന്നാണ് മൂങ്ങയ്ക്ക്. അപ്പൊ ഉലൂകം ദിവാഭീതം, ഇങ്ങനെ രണ്ട് പദ്യമുണ്ട്, രണ്ട് പര്യായമുണ്ട്. ഇരുട്കൺ പാർവൈക്ക് എന്ന് പറഞ്ഞാൽ മൂങ്ങുകളുടെ കണ്ണുകൾക്ക് ബാനു പകൈ, സൂര്യൻ ശത്രു എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യനെ ശത്രുതുല്യമായി കാണുന്നു മൂങ്ങകൾ. കാരണം അവർക്ക് പകലില് കണ്ണ് കാണില്ല. ഇതുപോലെ അജ്ഞാനികൾ ജ്ഞാനികളെ ശത്രുതുല്യരായി കാണും. അവരുടെ വാക്ക് കേൾക്കണമെന്ന് തോന്നില്ല. അവര് വിരക്തി, വൈരാഗ്യം, വിവേകം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എണീറ്റ് പൊക്കവൻ. അത് അവരുടെ മനസ്സിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? സംസ്കാരം, പൂർവ്വജന്മ സംസ്കാരം അങ്ങനെയാണ്. അവർക്ക് ഇതൊന്നും പറഞ്ഞാൽ ആസ്വദിക്കാനോ കേട്ടിരിക്കാനോ ഉള്ള കഴിവില്ല. ഇറങ്ങി ഓടിക്കളയുന്നു. നമ്മൾ ബലമായി പിടിച്ചോട്ട് വന്നാൽ അവിടെ ഇരുന്ന സ്ഥലത്ത് തന്നെ ആ സീറ്റിൽ തന്നെ ഇരുന്ന് ഞെരിവിരി കൊള്ളും. ഇരിക്കാൻ പറ്റത്തില്ല. ഇറങ്ങി പോണം എന്ന് ഉള്ളിലെ സംസ്കാരം, വാസനകൾ പ്രേരിപ്പിക്കും. ഇതൊക്കെ നേരെ മനസ്സിലാക്കിയാൽ സത്സംഗത്തിന് എന്തുകൊണ്ട് ആള് കുറയുന്നു എന്നുള്ളത് നല്ലതുപോലെ മനസ്സിലാക്കാം.
നമുക്ക് ഒരു പരാതിയും കൂടാതെ സത്സംഗം അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. ഇന്ന് നമ്മളിവിടെ വന്നിരുന്നപ്പോൾ പറഞ്ഞത് ആള് കുറവുണ്ടല്ലോ എന്നാണ് പറയുന്നത്. പുറയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പണ്ടത്തെ അത്ര ആള് വരുന്നില്ല. ഞാൻ പറഞ്ഞ എല്ലാവരും മുക്തരായി പോയി കാണും, രക്ഷപ്പെട്ടു പോയി കാണും. മുക്തനായവൻ സത്സംഗത്തിൽ വന്നിരിക്കില്ലല്ലോ. അങ്ങനെ വിചാരിക്കാം. ഇരുട്കൺ പാർവൈക്ക് ബാനു പകൈ, സൂര്യനെ ശത്രുവായി കാണും ആര്? മൂങ്ങകൾ. ഇതുപോലെ ജ്ഞാനക്കണ്ണ്, ആ ജ്ഞാനപ്രകാശം ഉള്ളിലില്ലാത്തവന് ജ്ഞാനിയും ജ്ഞാനിയുടെ വാക്കുകളും അന്ധകാരമായി തോന്നും. അവർക്ക് ഒന്നും മനസ്സിലാവില്ല, തലയിൽ കയറില്ല. അതിൻ്റെ അർത്ഥമോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഏതോ ഒരു പദ്യത്തിൻ്റെ വ്യാഖ്യാനം, ഒരു ശ്ലോകം വിട്ടുപോയി. സാരമില്ല, നമുക്ക് കാര്യം മനസ്സിലായി എന്നുള്ളത് കൊണ്ട് അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. അടൈപ്പുള്ളായി ആളടർന്ന വാമയായി ദിക്കേ ഉടുപ്പതായി ഓർന്നുഴൽവാർക്ക് ഊരാർ നടൈപ്പിണമേ ഊമൈ പേയാർ എനിനും ഓലമിടും ദേവർക്കുഴാം ശേമക്കോലാൾ ഇന്ദിരർ. അടൈപ്പുള്ളൻ, അടൈപ്പുള്ളായി, അങ്ങനെ തന്നെയാണ്. അടൈപ്പുൾ ആയി, അങ്ങനെ തന്നെ. പുള്ളെന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പുള്ള്, പക്ഷി. അടൈപ്പുൾ എന്ന് പറഞ്ഞാൽ അടയിരിക്കുന്ന പക്ഷി. അത് കോഴിയോ പ്രാവോ കാക്കയോ എന്തോ ആയിക്കോട്ടെ, അത് എന്ത് ചെയ്യും? തൻ്റെ മുട്ടയെ തൻ്റെ ശരീരത്തിൻ്റെ അടിവശത്ത് ചേർത്ത് വെച്ച് അതിനെ പരമാവധി തൻ്റെ ശരീരഭാഗങ്ങൾ കൊണ്ട് മൂടും. അങ്ങനെ ആ മുട്ടയ്ക്ക് വളരാൻ അല്ലെങ്കിൽ വിടരാൻ വേണ്ട ചൂട് കൊടുക്കും. ആ ചൂട് കൃത്രിമമായിട്ട് കൊടുത്താലും മുട്ടകൾ വിരിയും. ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. കൃത്രിമമായി മുട്ട വിരിയിക്കാനുള്ള ഒരു ഉപകരണമാണ്. അതായത് അതിന് എത്ര ഊഷ്മാവ് വേണോ ആ മുട്ടയിൽ നിന്ന് കുഞ്ഞ് പുറത്തു വരാൻ, മുട്ട വിരിയാൻ, ആ ഊഷ്മാവ് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയിൽ നിന്ന് കുഞ്ഞ് പുറത്തു വരും. അത് തള്ളപ്പക്ഷിയുടെ ശരീരോഷ്മാവ് തന്നെ വേണം എന്ന് നിർബന്ധമില്ല. അതിനെയാണ് അടൈപ്പുൾ എന്ന് പറയുന്നത്. അടയിരിക്കുന്ന പക്ഷിയെപ്പോലെ അടൈപ്പുള്ളായി. എന്തിനാ ഈ ഉപമാനം പ്രയോഗിച്ചതെന്ന് ചോദിച്ചാൽ, ആത്മാവിൽ നമുക്ക് ദൃഢനിഷ്ഠ വേണം. ഇടയ്ക്കിടയ്ക്ക് വന്നു പോയത് കൊണ്ട് കാര്യമില്ല. അതിൽ ഒരു ഉറപ്പ് വേണം. അതിൽ നിന്ന് ഒരിക്കലും അകലാതെ എപ്പോഴും ഉള്ളുകൊണ്ട് ആത്മാവിനെ തന്നെ പിന്തുടരാൻ ശ്രമിക്കണം. ആ ആത്മാവിനെ കുറിച്ചുള്ള ചിന്ത ഭംഗം വരാതെ, ഇടമുറിയാതെ നമ്മുടെ ബുദ്ധിയിൽ എപ്പോഴും ഉണ്ടാകണം. ആ അനുസ്മരണം എപ്പോഴും ഉണ്ടാകണം എന്നാണ്. അടൈപ്പുള്ളായി എന്ന് പറഞ്ഞാൽ അടയിരിക്കുന്ന പക്ഷിയെപ്പോലെ സദാ ആത്മാവിനെ ചുറ്റിപ്പറ്റി ഉള്ള ഭാവനകളിൽ നിൽക്കുന്നവനായി, ജ്ഞാനിയും ശരി സാധകനും ശരി ഇങ്ങനെ ആവണം എന്നാണ്. അടൈപ്പുള്ളായി ആളടർന്ന വാമയായി, ആൾ അടർന്ന ആമയായി. ആൾ അടർന്ന എന്ന് പറഞ്ഞാൽ, ആളെന്ന് പറഞ്ഞാൽ ആള്, ഏതെങ്കിലും വ്യക്തി. അടർന്ന എന്ന് പറഞ്ഞാൽ തൻ്റെ സമീപത്തെത്തിയാൽ ആമ എന്താ ചെയ്യുക? അതിൻ്റെ കൈകളും കാലുകളും, 4 എണ്ണം ഉണ്ട്, അത് കൈയെന്നോ കാലെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം, തലയും അതിൻ്റെ പുറന്തോടിനുള്ളിലേക്ക് വലിക്കും. ഈ ഉദാഹരണം കൃഷ്ണൻ ഗീതയിൽ പറയുന്നതാണ്. കൂർമോങ്കാനീവ സർവശഃ. പദ്യമൊന്നും ഓർമ്മയില്ല, മറന്നുപോയി. യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശഃ. ഒരു കൂർമ്മ മാമ തൻ്റെ ശരീര അവയവങ്ങളെ എന്തെങ്കിലും അപകടം അടുത്തെത്തിയാൽ, ആരെങ്കിലും അടുത്ത് വന്നാൽ, അത് ജീവിയോ മനുഷ്യനോ ആരോ ആയിക്കൊള്ളട്ടെ, തൻ്റെ ശരീര അവയവങ്ങളെ പുറന്തോടിനുള്ളിലേക്ക് വലിക്കും. ഈ പുറന്തോടിനെ കടിച്ച ഒരു ജീവിക്ക് അതിനെ കടിച്ചു പൊട്ടിക്കാൻ പറ്റില്ല, തിന്നാനുള്ള മാംസവും കിട്ടില്ല, കമന്ന് കിടക്കും. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതിനെ മലർത്തിയിടും. ആമയെ ചുടുന്നെങ്കിൽ രാമനാരായണ, മലർത്തിയിട്ട് ചുടണേ രാമനാരായണ എന്ന്. കാരണം അതിൻ്റെ ശരീരത്തിൻ്റെ അടിഭാഗം മൃദുലമാണ്. തിരിച്ചിട്ട്, അല്ലാതെ അതിൻ്റെ തോടിൻ്റെ പുറത്ത് എന്തെങ്കിലും വെട്ടുകയോ കുത്തുകയോ ഒന്നും ചെയ്താൽ അതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ മറ്റ് ജീവികൾക്ക് ഈ തറയിൽ പതിഞ്ഞു കിടക്കുന്ന, കമഴ്ന്നു കിടക്കുന്ന ആമയെ മറിച്ചിടാനുള്ള ശക്തിയില്ല. മനുഷ്യനാണെങ്കിൽ വിരലുകളുണ്ട്. ഈ വിരലുകൾ അതിൻ്റെ അടിയിൽ കയറ്റി അതിനെ മലർത്തിയിടാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള ജീവികൾ വന്ന് മണത്തിട്ട് ഒന്ന് കടിച്ചു നോക്കിയിട്ട്, ഓ ഇത് ഭക്ഷിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അവയങ്ങ് പോകുമ്പോൾ ആശാൻ വീണ്ടും തല പുറത്തേക്കിട്ട് പതുക്കെ എഴുതി നീങ്ങും. ഇതാണ് ആമയുടെ ഏർപ്പാട്. ആളടർന്ന വാമയായി,
ഒരു വ്യക്തി, ഒരാൾ അടുത്തെത്തുമ്പോൾ ആമ എന്താ ചെയ്യുന്നത്? ഇന്ദ്രിയങ്ങളെ, അതിൻ്റെ ശരീര അവയവങ്ങളെ ഉൾവലിക്കും. ഇതുപോലെ ഒരു ജ്ഞാനി അല്ലെങ്കിൽ സാധകനായിക്കോട്ടെ, അയാൾ ഏതെങ്കിലും തരത്തിൽ തൻ്റെ മനസ്സ് പതറിപ്പോകും, വ്യതിചലിക്കും എന്ന് തോന്നിയാൽ അയാൾ ഇന്ദ്രിയങ്ങളെ ഉൾവലിച്ച് ആത്മനിഷ്ഠനായി തീരും. താൻ ആത്മാവാണ്, ഈ പുറം വിഷയങ്ങളിൽ മോഹിച്ചു പോകരുത് എന്ന് പറഞ്ഞ് ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കും. ആമയെപ്പോലെ ഇരിക്കണം എന്നാണ്. അപകടം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പതുക്കെ ഉൾവലിഞ്ഞേക്കുക. ഇന്ദ്രിയങ്ങൾ ബഹിർമുഖങ്ങളാകുമ്പോഴാണല്ലോ വിഷയങ്ങളിൽ കൊതി തോന്നി അതിൻ്റെ പുറകെ ഓടുന്നത്. ഇതൊന്നുമില്ല, ഇന്ദ്രിയങ്ങളെ തന്നെ ഉള്ളിലേക്ക് വലിച്ചു കളയും. അപ്പോൾ ആ മനസ്സിൻ്റെ ചാഞ്ചല്യം ഇല്ലാതെയാവും. ആളടർന്ന വാമയായി ദിക്കേ ഉടുപ്പതായി. ദിക്കാണ് അയാളുടെ ഉടുപ്പ്. ഉടുപ്പ് എന്ന് പറഞ്ഞാൽ വസ്ത്രം, ദിഗംബരൻ എന്നർത്ഥം. അയാൾക്ക് ദിക്കുകളാണ് വസ്ത്രങ്ങൾ. ദിക്കേ ഉടുപ്പതായി ഓർന്ന്, ഓരുക. മലയാളത്തിൽ ഓരുക എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓരുക, ചിന്തിക്കുക, വിചാരം ചെയ്യുക എന്നാണ് അർത്ഥം. ഓരുക, പൊരുളറിയാതെ മരിക്കരുത് ഓരുക. വിരിയും വിശ്വത്തിൽ വേരായെന്നും എരിപ്പത് താനെന്നാരറിയുന്നവരറിയുന്നു. ബാലകൃഷ്ണൻ സാറിന്റെ ഒരു ശിഷ്യൻ പൂർണ്ണാനുഭൂതി എന്ന ഗ്രന്ഥത്തിൽ എഴുതിയതാണ്. പോരുക, എല്ലാവരും വരൂ, ഇവിടെ വരൂ, എന്നെ സമീപിക്കൂ. പൊരുളറിയാതെ മരിക്കരുത്, സത്യമറിയാതെ ഈ ശരീരത്തെ പതിക്കാൻ അനുവദിക്കരുത്, മരിച്ചു പോകരുത്. മരണം എപ്പോ വേണമെങ്കിലും സമീപിക്കാം. പോരുക, പൊരുളറിയാതെ മരിക്കരുത്. ഓരുക, ചിന്തിക്കുക, വിചാരം ചെയ്യുക. വിരിയും വിശ്വത്തിൻ, വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ വേരാ എന്നും ഇരിപ്പത്, അതിൻ്റെ മൂലമായി, വേരായി, അധിഷ്ഠാനമായി ഇരിക്കുന്നത് താൻ, ഞാനാണ്, ദ്രഷ്ടാവാണ്. ഓരുക വിരിയും വിശ്വത്തിൻ വേരാ എന്നും ഇരിപ്പത് താനെന്നാരറിയുന്നു, അവരറിയുന്നു. ആരാണോ ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാനം, ആ ബോധസത്ത താനാണ് എന്നറിയുന്നുവോ അവരാണ് സത്യം അറിയുന്നത്. മറ്റുള്ളവർ അറിയുന്നില്ല എന്ന് താത്പര്യം. അപ്പൊ ഓരുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, വിചാരം ചെയ്യുക, കാര്യങ്ങളെ വേണ്ടവണ്ണം മനസ്സിലാക്കുക എന്നൊക്കെയാണ് അർത്ഥം. അത് തന്നെയാണ് തമിഴിൽ നിന്ന് വന്നതാണത്. ഓർന്ന് സത്യവിചാരം ചെയ്ത് സത്യം എന്താണെന്ന് ബുദ്ധിക്ക് ഉറപ്പുവന്ന് തീരുമാനിച്ച് ഉഴൽവാർക്ക്, സത്യം ഉറപ്പു വന്നു കഴിഞ്ഞാൽ അലഞ്ഞു നടക്കും എന്നാണ്. അവധൂതനായി ഇങ്ങനെ ഇറങ്ങി നടക്കും. കാരണം ഇന്ന സ്ഥലത്തേ താമസിക്കൂ, ഇവിടുന്ന് ഞാൻ ഒരിക്കലും ഒരിടത്തും പോവില്ല, പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള സുഖസൗകര്യങ്ങളൊന്നും അവിടെ കിട്ടില്ല, ഇങ്ങനെയുള്ള വിചാരമൊന്നുമില്ല. അങ്ങനെ ഇറങ്ങി നടക്കും. കാല് പോണ പോക്കിൽ നടക്കുക എന്ന് നമ്മൾ പറയാറില്ലേ? കാല് പോയ പോക്കിൽ നടക്കുക, അങ്ങനെ നടക്കും. അതിനെയാണ് ഉഴൽവാർ. ഉഴലുന്നവർ എന്ന് പറഞ്ഞാൽ അലയുന്നവർ. അവർക്ക് വിശേഷമായിട്ട് ബാഹ്യമായി ഒരു ലക്ഷ്യവുമില്ല. അവരുടെ ജീവിത ലക്ഷ്യം അവർ ഉള്ളിൽ നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് പുറത്ത് എല്ലായിടവും തുല്യം, സമം. അതെവിടെയായാലും എന്തെന്നാണ്. ഉഴൽവാർക്ക്, അലഞ്ഞു നടക്കുന്നവർക്ക്. ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു കൃതി, എനിക്ക് ഓർമ്മയില്ല ഏതാണെന്ന്. തെണ്ടാതിരിപ്പവനിൽ ഉണ്ടാകയില്ല ശിതികണ്ഠാതി ദേവ കൃപയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തെണ്ടാതിരിപ്പവനിൽ ഉണ്ടാകയില്ല ശിതികണ്ഠാതി ദേവകൃപയും. ശിതികണ്ഠൻ പരമേശ്വരൻ, ശിവൻ. ശിതികണ്ഠൻ തുടങ്ങിയ ദേവന്മാരുടെ കൃപ തെണ്ടുന്നവർക്കാണ്, അല്ലാത്തവന് കിട്ടില്ല എന്നാണ്. തെണ്ടാതവൻ എന്തോന്ന് ഇപ്പൊ പറഞ്ഞതാണ്, മറന്നു കേട്ടോ. തെണ്ടാതിരിപ്പവനിൽ ഉണ്ടാകയില്ല കൃപ, ഭഗവത് കൃപ, ആ പരമേശ്വരന്റെ കൃപ തെണ്ടാതിരിപ്പവനിൽ ഉണ്ടാകയില്ല. തെണ്ടുന്നവർക്കേ ആ കൃപ കിട്ടുന്നതാണ്. ശിതികണ്ഠാതി ദേവകൃപയും. ശിതികണ്ഠൻ തുടങ്ങിയ ദേവന്മാരുടെ കൃപ പരിപൂർണമായി കിട്ടുന്നത് ഈ അവധൂതന്മാർക്കാണ്. അലഞ്ഞു തിരിയുന്നവർ, അവർക്ക് ഒന്നിനും ഒരു മുട്ടുമുണ്ടാവില്ല. ബുദ്ധിക്ക് പോലും മുട്ടുണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് ബുദ്ധിക്കാണ് മുട്ടുണ്ടാവുന്നത്. മുട്ടെന്ന് പറഞ്ഞാൽ ദൗർലഭ്യം, ക്ഷാമം. അപ്പൊ ബുദ്ധിമുട്ട് അവർക്കില്ല. ഒരു തരത്തിലും അവരുടെ മനസ്സ് ബാധിക്കപ്പെടുന്നില്ല, ദുഃഖത്തിന് വിധേയമാവുന്നില്ല. അങ്ങനെ നടക്കുന്നവർക്ക്, അലഞ്ഞു നടക്കുന്ന അവധൂതന്മാർക്ക് അല്ലെങ്കിൽ സന്യാസികൾക്ക് ഊർ ആർ, അതാണ് ഊരാർ.
അവർക്ക് തൻ്റെ നാട്ടുകാരൻ, സ്വദേശത്തിലുള്ളവൻ, പരിചയക്കാരൻ, സുഹൃത്ത്, ബന്ധു, ഈ വ്യത്യാസമൊക്കെ ഉണ്ടോ? ആരാണ് അവൻ്റെ നാട്ടുകാരൻ? എല്ലാവരും അവൻ്റെ നാട്ടുകാരാണ്. വ്യത്യാസമില്ല. നമ്മൾ തിരുവനന്തപുരം വിട്ട് പോയി കഴിഞ്ഞാൽ ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്നുണ്ട്, എവിടെയാ സ്ഥലം? തിരുവനന്തപുരം. ആ, നമ്മുടെ ജില്ല തിരുവനന്തപുരത്ത് എവിടെ? പ്രാവഞ്ചമ്പലം. നമ്മുടെ പാത്രങ്ങളോട് ഇങ്ങനെ ഒരു വിചാരമുണ്ടല്ലോ, നമ്മൾ ഇന്ന ദേശത്തുള്ളവനാണെന്ന്. ആ ദേശവാസികളെ കണ്ടു കഴിഞ്ഞാൽ അവര് പ്രത്യേകിച്ചും നമ്മുടെ സ്വദേശത്ത് നിന്നും ദൂരെ എവിടെയെങ്കിലും വെച്ച് കാണാനിടയായാൽ ഒരു സന്തോഷമാണ്. ഇത് നല്ലപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എവിടുന്നോ, നമ്മൾ ഉത്തരേന്ത്യയിൽ പോയാൽ, ഡൽഹി, ബോംബെ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയാൽ ഒരു മലയാളിയെ കണ്ടാൽ എന്തൊരു സന്തോഷമാണെന്ന് പറയാം. സത്യം. ഇവിടെ പാരയായിരിക്കും വെക്കുന്നത്, അത് വേറെ കാര്യം. അവിടെ പോയി കഴിഞ്ഞാൽ രണ്ടുപേരും മലയാളം സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളെന്തോ കേരളത്തിൽ എത്തിയത് പോലെയൊക്കെ തോന്നും, ഇല്ലേ? മനുഷ്യ സഹജമാണ്, ദോഷമൊന്നുമല്ല. കാരണം ഞാനൊരു കേരളീയനാണെന്നും മലയാളമാണ് എൻ്റെ മാതൃഭാഷയെന്നും ഇങ്ങനെയുള്ള വിചാരമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മലയാളിയെ കണ്ടാൽ നമുക്ക് ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവും, അത് കാണുമ്പോഴുള്ള സന്തോഷമാണ്. എന്നാൽ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ച് അടുത്തിടപഴകുകയില്ല. അവനെ ദൂരെ ഇരുന്ന് പഠിച്ച് ഇവൻ ഏത് തരക്കാരാണ്. കാരണം അവിടെയും പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. മലയാളികളെ പറ്റിക്കാൻ മലയാളി തന്നെ വേണം, നോർത്ത് ഇന്ത്യക്കാരനെ കൊണ്ട് പറ്റില്ല. മലയാളിയെ പറ്റിക്കാൻ മലയാളി തന്നെ വേണം. അപ്പോൾ അവനെയൊക്കെ നല്ലപോലെ ഒന്ന് പഠിച്ചിട്ട് മാത്രമേ നമ്മൾ അവനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയുള്ളൂ. എന്തായാലും ഈ അവധൂതന്മാർക്ക് ഊരാർ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വന്തം നാട്ടുകാർ അല്ലെങ്കിൽ പരിചയക്കാർ, എല്ലാവരും തുല്യം. ബാന്ധവ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. ഈ ശിവയോഗികളുടെ അല്ലെങ്കിൽ ജ്ഞാനികളുടെ ബന്ധുക്കൾ ആരാണ്? ശിവഭക്തന്മാർ, ഈശ്വരഭക്തന്മാരാണ് അവരുടെ ബന്ധുക്കൾ. അദ്ദേഹത്തിന്റെ സ്വദേശമോ ത്രിഭുവനങ്ങൾ. എവിടെ പോയാലും അത് സ്വന്തം ദേശം എന്ന ഭാവത്തോടു കൂടി കഴിയുന്നു. ഊരാർ നടൈപ്പിണമേ ഊമൈ പേയാർ എനിനും. പക്ഷേ ഇങ്ങനെയുള്ള അവധൂതന്മാരെ ലൗകികന്മാർ എന്തൊക്കെ പേര് പറഞ്ഞാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നടൈപ്പിണമേ, നടക്കുന്ന പിണം, ശവം, ജീവച്ഛവം എന്ന് പറഞ്ഞാൽ സാധാരണ വ്യക്തികളിലുള്ള അഭിലാഷങ്ങളോ ആഗ്രഹങ്ങളോ എന്തെങ്കിലും നേടണമെന്നുള്ള ലക്ഷ്യമോ ഒന്നുമില്ല, ഇങ്ങനെ ഇറങ്ങി നടക്കുക തന്നെ. എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരവില്ല, പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. അപ്പൊ എന്താ? ചലിക്കുന്ന ശവങ്ങൾ, നടക്കുന്ന ശവങ്ങൾ എന്നാണ് ലൗകികന്മാർ ഇവരെ വിളിക്കുന്നത്. നടൈപ്പിണമേ ഊമൈപ്പേയാർ. പേ എന്ന് പറഞ്ഞാൽ പിശാച്, ഭൂതം എന്നൊക്കെയാണ് അർത്ഥം. ഊമൈപ്പേയാർ എന്ന് പറഞ്ഞാൽ സംസാരശേഷിയില്ലാത്ത ഊമപ്പിശാച്. കാരണം പലപ്പോഴും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ അവധൂതന്മാരൊന്നും മിണ്ടാറില്ല, ചോദിച്ചാൽ മറുപടിയില്ല. അപ്പൊ ഈ കേൾക്കുന്നവൻ എന്താ വിചാരിക്കുക? പാവം സംസാരശേഷിയില്ലാത്തവൻ ഊമയാണ് എന്നായിരിക്കും അവർ കരുതുക. പിന്നെ ഒരിടത്ത് സ്ഥിരം താമസിക്കാതെ അലഞ്ഞു നടക്കുന്നത്, ഈ അലഞ്ഞു നടക്കുന്ന സ്വഭാവം പിശാചിനാണ്. അതായത് ഗതി കിട്ടാതെ പോട്ടെ എന്നൊക്കെയാണ് നമ്മൾ ശപിക്കുന്നത്. ഗതി കിട്ടാ പ്രേതം എന്നൊക്കെ പറയുന്നില്ല. അതായത് ഒരിടത്തും അതിനെ അടങ്ങിയിരിക്കാൻ പറ്റില്ല. സാധാരണ ഈ പിശാചുകൾ വസിക്കുന്നത് പുളിമരത്തിലും മുരിങ്ങയിലുമാണ് എന്നാണ് സങ്കല്പം. ഇവിടെ ഉണ്ടോയെന്നൊന്നും അറിയില്ല. പുളിമരം, പിശാച് അവിടെയാണ് താമസിക്കുന്നത്, അതിന് വലിയ ഇഷ്ടമാണ്. അതുപോലെ മുരിങ്ങ. അതുകൊണ്ട് ഈ രണ്ട് വൃക്ഷങ്ങളും വീട്ടിൽ വെച്ച് പിടിപ്പിക്കരുത് എന്നാണ് തമിഴ്നാട്ടുകാരുടെ ഒരിതാണ്. പുളിയ മരത്ത് പേയ്, മുരിങ്ങ മരത്ത് പേയ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവര് മറുപടി ഒന്നും പറയാത്തത് കൊണ്ട് സംസാരശേഷിയില്ലാത്ത പിശാച്, നടക്കുന്ന ശവം എന്നൊക്കെ അജ്ഞാനികൾ ഇവരെ വിളിച്ചാലും ഊമൈ പേയാർ എനിനും ഓലമിടും ദേവർ കുഴാം ക്ഷേമക്കോലാൾ ഇന്ദിരർ. ഇവരുടെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. പിശാച്, സംസാരശേഷിയില്ലാത്ത പിശാച് എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ ഇവർ വിചാരിച്ചാലും അങ്ങനെയൊക്കെ കരുതിയാലും ഓലമിടും ദേവർ കുഴാം. കുഴാം എന്ന് പറഞ്ഞാൽ സമൂഹം, കൂട്ടം. ദേവർ കുഴാം, ദേവസമൂഹം. ഓലമിടും എന്ന് പറഞ്ഞാൽ എന്താ? കോലാഹലത്തോടെ ഈ അവധൂതന്മാരെ ദേവന്മാരുടെ കൂട്ടം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അറിയുന്നില്ല എന്നാണ്. കാരണം ദേവന്മാർ സൂക്ഷ്മരൂപികളാണ്. അപ്പോൾ ഒരു ജ്ഞാനി നടന്നു വരുന്നത് കണ്ടാൽ അവരൊക്കെ സൂക്ഷ്മരൂപികളായി കൂട്ടത്തോടെ സ്വാഗതം സ്വാഗതം, വരൂ 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 എന്ന് പറഞ്ഞ് ഇവരെ ആനയിച്ചു കൊണ്ടുപോകുന്നു. ഓലമിടും ദേവർ കുഴാം
ആ ദേവന്മാരുടെ അധിപതിയായ ദേവേന്ദ്രനുണ്ടല്ലോ, അദ്ദേഹം ഇവരെ, ഈ ജ്ഞാനികളെ സംരക്ഷിക്കാനായി കയ്യിലൊരു വടിയുമേന്തി, നമ്മളതിന് എന്താ പറയുന്നത്, ബോഡി ഗാർഡ് എന്നുള്ളതിന് ഒരു വാക്ക്, അംഗരക്ഷകൻ, ഒരു അംഗരക്ഷകനെ പോലെ ഈ ഇന്ദ്രൻ കയ്യിലൊരു വടി, എന്തിനാ, ഇദ്ദേഹത്തെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവനെ അടിക്കാൻ. ഇങ്ങനെ ഒരു വടിയും കൊണ്ട് ജ്ഞാനികൾക്ക് അകമ്പടി സേവിക്കും. കമ്പടി കൊടുത്ത് അകമ്പടി സേവിക്കും. ആ ദണ്ഡുമേന്തി, രക്ഷാദണ്ഡുമേന്തി, വടിയുമേന്തി ഇന്ദ്രൻ വരും, ദേവന്മാരുടെ അധിപൻ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ ജ്ഞാനികളുടെ മഹത്വം? അല്പന്മാരാണ് ജ്ഞാനികളെ നിന്ദിക്കുന്നത്, അവരെ പരിഹസിക്കുന്നതും വിമർശിക്കുന്നതുമൊക്കെ ബുദ്ധിശൂന്യരുടെ പ്രവൃത്തികളാണ്. ദേവന്മാർക്കറിയാം, അവർക്ക് പോലും സാധിക്കാൻ പറ്റാത്തതായ ആത്മ സാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മജ്ഞാനം നേടിയ ആളാണ്, ദേവാധിദേവനാണ് ദാ നടന്നു വരുന്നത്. അദ്ദേഹത്തെ അനുഗമിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷ ചെയ്യുക, അതൊക്കെ അവരുടെ ഒരു മഹാഭാഗ്യമായി അവർ കരുതുന്നു. മുട്ടയ്ക്ക് യാതൊരു കേടും വരുത്താതെ അതിന്മേലിരുന്ന് കാത്തു സൂക്ഷിക്കുന്ന അടപ്പക്ഷിയെ പോലെ, എന്ന് പറഞ്ഞാൽ അടയിരിക്കുന്ന പക്ഷിയെ പോലെ, ജ്ഞാനി വിഷയവലയിൽ മനസ്സ് ചെലുത്താതെ ആത്മരസത്തിൽ തന്നെ രതി പൂണ്ടിരിക്കുന്നു. ശത്രുവിനെ ഭയന്ന ആമ അംഗങ്ങളെ അകത്തേക്ക് വലിച്ച് സ്വയം രക്ഷ നേടുന്നത് പോലെ ജ്ഞാനികൾ ദുർജന സംഘത്തിൽ അകപ്പെടാതെ ശാന്തരായി പിന്മാറി വസിക്കുന്നു. ഒതുങ്ങിക്കൂടും അവർ. തന്നെ 4 പേർ അറിയണം എന്നവർക്ക് ആഗ്രഹമില്ല. തമിഴിലെ ഈ ജ്ഞാനികളെ കുറിച്ച് എന്താ പറയുന്നത്? തന്നെ അറിന്തവർ തന്നെ മറൈപ്പർ, തന്നെ അറിയാതവർ തന്നെ കാട്ടുവർ. എന്താണ് അർത്ഥം? തന്നെ അറിന്തവർ, താൻ ആരാണ് എന്ന് പറഞ്ഞാൽ താൻ ബ്രഹ്മമാണ് എന്നറിഞ്ഞവർ തന്നെ മറൈപ്പർ, അവർ തന്നെ മറയ്ക്കും. 4 പേരുടെ മുമ്പിൽ വലിയ കേമനാണ്, ഞാൻ ആത്മജ്ഞാനിയാണ്, ഉപദേശമൊക്കെ തരാം, എല്ലാവരും സ്വീകരിച്ചോളൂ എന്നൊന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെടില്ല. വിദ്യാരണ്യ സ്വാമികൾ ഒരുപടി കടന്നു പറയും, ജ്ഞാനികൾ ലൗകികന്മാരിൽ നിന്ന് തന്നെ ഒളിപ്പിക്കുന്നവരാണ്, അകന്നു നിൽക്കുന്നവരാണ്. ഏതുപോലെ ഗുഹ്യഭാഗത്ത് കുഷ്ഠം വന്ന ഒരു വ്യഭിചാരിണി തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാതെ ലജ്ജിച്ച് ഒതുങ്ങിക്കൂടുന്നത് പോലെ. അവരുടെ തൊഴിലിന് ചേർന്നതല്ല. എന്താ കാരണം? ഗുഹ്യഭാഗത്ത് കുഷ്ഠം. കാരണം ഒരു ഉദാഹരണം പറയുമ്പോൾ അത് നല്ല പോലെ കുറുക്കി കൊള്ളണം, ആ രീതിയിലാണ് ഉദാഹരണം പറയുന്നത്. അതിൽ അസഭ്യതയോ അശ്ലീലതയോ ഒന്നും കണ്ടിട്ട് കാര്യമില്ല. എങ്ങനെ ജ്ഞാനി തന്നെ ലൗകികന്മാരിൽ നിന്നും അകറ്റി നിർത്തുന്നു, സ്വയം അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി തരികയാണ് ഉദ്ദേശ്യം. ശത്രുവിനെ ഭയന്ന ആമ അംഗങ്ങളെ അകത്തേക്ക് വലിച്ച് സ്വയം രക്ഷ നേടുന്ന പോലെ ജ്ഞാനികൾ ദുർജന സംഘത്തിൽ അകപ്പെടാതെ ശാന്തരായി പിന്മാറി വസിക്കുന്നു. തന്നെ അറിന്തവർ തന്നെ മറൈപ്പർ, തന്നെ അറിയാതവർ തന്നെ കാട്ടുവർ. താൻ ആരാണ് എന്നറിയാത്ത അജ്ഞാനികൾ തന്നെ പ്രദർശിപ്പിച്ചു കൊണ്ടേയിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ. ഞാൻ ഇന്നാരാണ്, ഞാൻ കേമനാണ്, വരൂ എല്ലാവരും എൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കൂ, ഞാൻ അനുഗ്രഹം തരാം എന്നൊക്കെ പറഞ്ഞു നടക്കും. അതൊക്കെ അഹങ്കാരത്തിന് വശംവദരായവരാണ്. അഹങ്കാരത്തെ അതിജീവിച്ചവർ, അഹങ്കാരത്തിന് അപ്പുറത്ത് പോയവർ. ഈ അഹങ്കാരികൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യാൻ ലജ്ജിക്കും, അതുകൊണ്ട് അവർ ഒതുങ്ങിക്കൂടുന്നു. ഇങ്ങനെ നിരുപദ്രവികളായ ജ്ഞാനികളെ ലോകർ നടക്കുന്ന പിണമെന്നും മിണ്ടാപ്രാണികളായ ഭ്രാന്തരെന്നും പറഞ്ഞ് ആക്ഷേപിച്ച് അവരെ തുരത്താൻ ശ്രമിക്കുന്നു. ഏതൊക്കെ തരത്തിലാണ് ഈ ജ്ഞാനികളെ അജ്ഞാനികൾ ദ്രോഹിക്കുന്നതെന്നറിയാം. രമണ മഹർഷിയുടെ ഒക്കെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കും. കല്ലും മണ്ണും വാരിയെറി. ഒരാൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ ധ്യാനനിരതനായിരിക്കുമ്പോൾ കല്ലും മണ്ണും വാരിയെറിയുക. ഇനി ഭാഗവതത്തില് അവധൂതൻ തെരുവ് പിള്ളേരെ തലയിലൂടെ മൂത്രമൊഴിച്ചു എന്നാണ്, മലം വാരിയിട്ടു എന്നാണ്. എന്താ ഈ ഇവരുടെ പ്രവൃത്തി? അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല, അവരോട് പുറക്കേണമേ എന്ന് യേശുക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. അപ്പൊ ഈ കാരണം ഒരാളിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല എങ്കിൽ, പ്രതിപ്രവർത്തനം, റിയാക്ഷൻ, ഒരാളെ അടിച്ചാൽ അയാൾ തിരിച്ചു തല്ലുന്നില്ല എന്ന് കണ്ടാൽ കൂടുതൽ ആളുകൾ വന്ന് ക്യൂ നിന്നടിക്കും. ഇതാണ് ലോകം. അതുകൊണ്ട് എന്താ, ഒരാളെ വിളിച്ചോണ്ട് പോയി, ഞാൻ ബാലകൃഷ്ണൻ നായർ സാറിനെ കാണണമെന്ന് അയാൾ ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ട് അയാളെ കൊണ്ടുപോയി. അയാൾ പോയിട്ട് സാറിനോട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്ത് ദൗർഭാഗ്യമോ എന്ത് കഷ്ടകാലമാണോ എന്തോ എനിക്ക് ഇയാളെ വിളിച്ചോണ്ട് വരാൻ തോന്നിയത്. ചോദിച്ചത് എന്തെന്നറിയാമോ?
ഞാൻ സാറിന്റെ കരണക്കുറ്റിക്ക് നോക്കി ഒന്ന് തന്നാൽ സാറിന്റെ പ്രതികരണം എന്തായിരിക്കും? ഇതാണ് ആദ്യത്തെ ചോദ്യം. അയാൾക്ക് ഒരു ജ്ഞാനി അടി കൊണ്ടാൽ എങ്ങനെ പ്രതികരിക്കും എന്നറിയണം. സാറ് ചിരിച്ചോണ്ട് പറഞ്ഞു, ഒരു ക്ഷോഭം ഉണ്ടായിരുന്നില്ല. ഞാൻ ഉണ്ടായിരുന്നു അടുത്ത്, ഒരു ക്ഷോഭവും ഇല്ല. പറ്റുമെങ്കിൽ ഒന്ന് തിരിച്ചു തരുമെന്ന് പറഞ്ഞു. ഒരാളെ എന്റെ കരണക്കുറ്റി നോക്കി അടിച്ചാൽ മറ്റേ കരണവും കൂടെ ഞാൻ കാണിച്ചു കൊടുക്കില്ല, പറ്റുമെങ്കിൽ ഒരെണ്ണം തിരിച്ചു തരും എന്നാണ് പറഞ്ഞത്. അയാളുടെ രണ്ടാമത്തെ ചോദ്യം, ഒരു മൂർഖൻ പാമ്പ് ഈ മുറിയിലേക്ക് ഓടിക്കയറിയാൽ സാറ് ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് ഓടുവോ അല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കുമോ? സംശയങ്ങളാണ്. ഒരു മൂർഖൻ പാമ്പ് ഈ മുറിയിലേക്ക് പാഞ്ഞു കയറിയാൽ സാറ് നിർഭയനായി അവിടെ തന്നെ ഇരിക്കുമോ അല്ലെങ്കിൽ എണീറ്റ് ഓടുമോ? അതിന് സാറ് പറഞ്ഞ മറുപടി, അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഒരു മൂർഖൻ പാമ്പ് ഓടി ഈ മുറിയിലേക്ക് കയറട്ടെ, അപ്പോൾ എൻ്റെ ശരീരം എങ്ങനെ പ്രതികരിക്കുമോ അങ്ങനെ പ്രതികരിക്കും. ഇപ്പൊ ചിലപ്പോൾ ഇരുന്നിടത്ത് തന്നെ ഇരുന്നു എന്ന് വരാം, ചിലപ്പോൾ ഇറങ്ങി ഓടിയെന്നും വരാം. അത് എൻ്റെ നിയന്ത്രണത്തിലല്ല. ഒരു മഹാത്മാവിനോട് അടുത്ത് ചെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു പരിധിയില്ല. അവസാനം എന്താ സംഭവിച്ചത്? അയാൾക്ക് ഹൈ BP ഉള്ള ഒരു വ്യക്തിയായിരുന്നു, എൻ്റെ സമപ്രായക്കാരനാണ്. ഒരു ദിവസം പെട്ടെന്ന് നെഞ്ചുവേദന വന്നു. ആംബുലൻസ് പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവരെന്താണ് കണ്ടതെന്നറിയാമോ? ഹൃദയത്തിലേക്കുള്ള പ്രധാന ധമനി ഉണ്ടല്ലോ, മഹാധമനി എന്താണ് പേര്, അയോർട്ട, അത് ബ്ലഡ് പ്രഷർ കൂടി പൊട്ടിപ്പോയി. ഏതോ ചെറിയ ഞരമ്പല്ല പൊട്ടിയത്, ഹൃദയത്തിലേക്കുള്ള പ്രധാന ധമനി പൊട്ടിപ്പോയി. ഡോക്ടർമാർ അതുകൊണ്ട് അന്തിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ വൈദ്യശാസ്ത്രത്തിൽ? അപ്പൊ എത്ര പ്രഷർ കൂടിക്കാണണം. മരുന്ന് കഴിക്കുന്ന ആളായിരുന്നു രക്തസമ്മർദ്ദത്തിന്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? സാറിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണ് അത് സംഭവിച്ചത് എന്നൊന്നും ഞാൻ പറയില്ല. പൂർവ്വജന്മ പാപം അല്ലാതെന്താ? നമ്മൾ ഹൃദയം പൊട്ടിച്ചാവുക, ചങ്ക് പൊട്ടി മരിക്കുക എന്നൊക്കെ അതാണ് സംഭവിച്ചത്. എന്തുമാത്രം വേദന അനുഭവിച്ചു കാണും. കുറച്ചു നേരത്തേക്കെങ്കിലും ഹാർട്ടിലൊരു ബ്ലോക്ക്, ഏതോ ഒരു രക്തക്കുഴലിൽ ഒരു ചെറിയ ബ്ലോക്ക് വന്നാൽ അസഹനീയമായ വേദന എന്നാണ് സ്റ്റെന്റ് ഇട്ടവർ പറയുന്നത്. അവർക്ക് ആ വേദനയെക്കുറിച്ച് പിന്നീട് ഓർക്കാൻ പോലും ഭയമാണ്. അത്ര തീവ്രമായ വേദനയാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ധമനി, ആ വണ്ണം കൂടിയ കുഴൽ പൊട്ടി, പ്രഷർ സഹിക്കവയ്യാതെ അമിതമായി പ്രഷർ കൂടിയിട്ട് പൊട്ടിപ്പോയി. അപ്പോൾ ഈ ജ്ഞാനികളെ മനസ്സിലാക്കാൻ വേണ്ടി അവരോട് ധാർഷ്ട്യം പ്രവർത്തിക്കരുത്, അവരെ ദ്രോഹിക്കരുത്, നിങ്ങൾ ആദരിക്കണ്ട, അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിക്കൂ. ഏതൊരു ജീവിയെയും പോലെ ജ്ഞാനിക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശവും അർഹതയും ഉണ്ട്. അത് നമ്മൾ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ ന്യായീകരിക്കാൻ പറ്റും? പക്ഷേ അതുകൊണ്ട് അവർക്ക് യാതൊരു ഹാനിക്കും ഇടയാകുന്നില്ല. കാരണം അവരുടെ അന്തർമാഹാത്മ്യം അറിഞ്ഞ് ദേവന്മാർ പിന്നാലെ ചെന്ന് അവരെ സ്തുതിക്കുകയും ഇന്ദ്രാദി ദേവതകൾ അവർക്ക് ചുറ്റിലും നിന്ന് ക്ഷേമദണ്ഡുകൾ വഹിച്ച്, ഒരു അംഗരക്ഷകൻ എപ്പോഴും കയ്യിൽ ഒരു കുന്തമോ അല്ലെങ്കിൽ ദണ്ഡോ ഒക്കെ കരുതിയിട്ടുണ്ടാവും, എന്നാലല്ലേ ആക്രമണത്തെ ചെറുക്കാൻ പറ്റൂ. അങ്ങനെ ക്ഷേമദണ്ഡുകൾ വഹിച്ച് അവരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തുകൊള്ളുന്നു. അതുകൊണ്ട് ജ്ഞാനികളുടെ മഹത്വം അവർണ്ണനീയമാണ്, വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതല്ല. അടുത്ത പദ്യം വായിക്കാം. ശക്തവരെ പോലെ തിരുമ്പാമർ പോകലുമാം എത്തിശയും ഒன்றെണ്ടിരിക്കലുമാം മുത്തർ തമക്ക് അണ്ടമണുശിറ്റിലാടരംഗം ദേഹം അലാൽ കണ്ടിടുകൈ കേതുമിലൈ കാൺ. ശക്തവരെ പോലെ തിരുമ്പാമർ പോകലുമാം. ഒരു ജ്ഞാനി ഉള്ളുകൊണ്ട് മരിച്ചവനാണ്. അതെന്താ? നേരത്തെ പറഞ്ഞില്ലേ ജീവച്ഛവം എന്ന്. ഒരർത്ഥത്തിൽ ശരിയാണ്. ഈ അജ്ഞാനികൾ അറിഞ്ഞോ അറിയാതെയോ സത്യം വിളിച്ചു പറയുന്നു. എന്താണ് ഉള്ളുകൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ? അഹങ്കാരനാശം. അതാണ് മനോനാശം എന്ന് പറയുന്നത്. ആ നാശം നേടിയാൽ അതൊരു വലിയ മഹത്വം നമുക്ക് നേടിത്തരും. അഹങ്കാര നാശത്തിലൂടെയാണ് ഒരാൾ മഹാനാകുന്നത്, പരമോന്നതമായ സ്ഥിതിയിൽ എത്തിച്ചേരുന്നത്. ശക്തവരെ പോലെ തിരുമ്പാമർ പോകലുമാം. മരിച്ചവർ സാധാരണ തിരിച്ചു വരാറില്ല. മരിച്ചയാളിൻ്റെ പ്രാണൻ ആ ശരീരത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയില്ല. ഇത് നിയമമാണ്. ചിലരൊക്കെ ഇങ്ങനെ മരിച്ചുപോയി, ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതി, പക്ഷെ പിന്നീട് ചിതയിൽ കൊണ്ട് വെച്ചപ്പോൾ കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ എണീറ്റിരുന്നു, പിന്നെയും ജീവനോടുകൂടെ കുറേ കാലങ്ങൾ ഈ ഭൂമുഖത്ത് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് ഏതോ കാരണവശാത്താൽ, ഏതോ ഒരു കാരണമായി അവരുടെ ശരീരത്തിലെ പ്രാണസ്പന്ദനവും
മറ്റ് ചലനങ്ങളും ഒക്കെ നിന്നു, പക്ഷെ ആള് മരിച്ചിട്ടില്ല. പ്രാണസ്പന്ദനം നിന്നു എന്നുള്ളത് ശരി, പക്ഷെ പ്രാണൻ ശരീരത്തിന് പുറത്ത് കടന്നിട്ടില്ല. മരണവേളയിലാണ് പ്രാണൻ ശരീരത്തിന് പുറത്ത് കിടക്കുന്നത്. ഒരിക്കൽ ഒരു ശരീരത്തെ വിട്ട് പ്രാണൻ പുറത്ത് കടന്നാൽ പിന്നീട് അതേ ശരീരത്തിൽ ആ പ്രാണൻ പ്രവേശിക്കില്ല, തീർച്ചയാണ്. അപ്പോൾ ഈ ജ്ഞാനികൾ ചെത്തവരെ പോലെ, മരിച്ചവരെ പോലെ തിരുമ്പാമർ പോകലുമാം. അവർ ചിലപ്പോൾ ഇവിടുന്ന് പോകും. നമ്മൾ സാധാരണ ഒരാൾ പോകുമ്പോൾ സാധാരണ എന്താ പറയുന്നത്? ശരി, പിന്നെ കാണാം, സി യു എന്ന് പറയാറില്ലേ? ജ്ഞാനിയുടെ അടുത്ത് സി യു ഒന്നുമില്ല. കാരണം അയാൾ ചിലപ്പോൾ തിരിച്ചു വരില്ല, അതിലേ അങ്ങ് പോയേക്കും. ശങ്കരാചാര്യ സർവജ്ഞപീഠം കയറി ഹിമാലയത്തിന്റെ മുകളിലോട്ട് കയറി പിന്നെ മടങ്ങി വന്നിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. തിരിച്ചിങ്ങോട്ട് ഇറങ്ങിയില്ല എന്നാണ്. അപ്പോൾ മരിച്ചുപോയവർ എങ്ങനെ തിരിച്ചു വരാതെ ഒറ്റപ്പോക്ക് പോകുന്നുവോ അതുപോലെ ചില ജ്ഞാനികൾ അങ്ങനെ ഒരു സമ്പ്രദായം പിന്തുടർന്നു എന്ന് വരാം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്, എന്നാലും ഒന്നുകൂടെ പറയാം, കേൾക്കാത്തവരുണ്ടാവും. ഒരു ഭാര്യയും ഭർത്താവും. അല്ലെ, ഭാര്യയ്ക്ക് ഒരു അനിയനുണ്ട്, അതായത് ആ ഗൃഹനാഥന്റെ അളിയൻ. അപ്പൊ അയാൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ ചേച്ചിയുടെ അടുത്ത് പറയും, അതായത് ഇയാളുടെ ഭാര്യ എടുത്ത് പറയും, ചേച്ചി ഞാനങ്ങ് സന്യാസം വാങ്ങിക്കാൻ പോകണം, ഞാൻ അധികാരമൊന്നും വീട്ടിൽ ഉണ്ടാവില്ല, ഞാൻ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു, എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകും. അപ്പോൾ അയാൾക്ക് അച്ഛനും അമ്മയൊന്നുമില്ല, ചേച്ചി മാത്രമേ ഉള്ളൂ. ചേച്ചിക്ക് അതുപോലെ അനിയൻ്റെ അടുത്ത് വലിയ ഇഷ്ടമാണ്, ആകപ്പാടെ ഉള്ളത് ഒരു അനിയനാണ്. അപ്പോൾ ചേച്ചി പറയും, വേണ്ടടാ മോനെ, നീ പോണ്ട, നിന്നെ പിരിഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നാൽ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോവും, പൊയ്ക്കളയും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സ്ത്രീ തൻ്റെ ഭർത്താവിനോട് ഈ കാര്യം കൂടെ പറയും, നിങ്ങൾ അവനെ ഒന്ന് പറഞ്ഞ് ഉപദേശിച്ച് നേരെയാക്കണം, അവനെന്തോ ജീവിതത്തിലൊക്കെ ഒരു വിരക്തി വന്ന് പോവും സന്യസിക്കും എന്നിങ്ങനെ കൂടെ പറയുന്നു. എനിക്ക് ഭയമാകുന്നു, ഒരു ദിവസം അവനങ്ങ് ഇറങ്ങി പോവോ. അപ്പോൾ ഭർത്താവ് ചിരിച്ചോണ്ട് പറയും, ഈ പോകും എന്ന് പറയുന്നവൻ പോവില്ല. ഇതാണ് ഞാൻ പൊയ്ക്കളയും എന്ന് പറയുന്നവൻ പോവില്ല. ഉടനെ അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കും. മറ്റേയാൾ പിന്നെയും അനിയൻ ഇതുപോലെ തന്നെ പോവും എന്ന് പറയും. അപ്പോൾ ഒരു ദിവസം ഈ സ്ത്രീ ഭർത്താവിനോട് പറയും, അയാൾ വളരെ സീരിയസ് ആണെന്നാണ് തോന്നുന്നത്, വളരെ ഗൗരവമായിട്ട് അയാൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എന്താണ്, സന്യാസത്തെക്കുറിച്ച്. അതുകൊണ്ട് അയാൾ ഇനി അധികകാലം നമ്മുടെ വീട്ടിലുണ്ടാവില്ല, അങ്ങ് ഉപദേശിക്കണം, അവനെ പറഞ്ഞ് അതൊന്നും വേണ്ട, നമുക്ക് കുടുംബത്തിൽ കഴിയാം എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ മനസ്സിനെ മാറ്റണം എന്ന് പറയും. ഭർത്താവ് പഴയ പല്ലവി തന്നെ ആവർത്തിക്കും, നീ ഒന്നും മിണ്ടാതെ, നീ വെറുതെ ബേജാറാവാതെ, പോവില്ല. അന്ന് ഇത് കേട്ടപ്പോൾ ആ സ്ത്രീക്ക് അല്പം ഒരു ദേഷ്യം, നിങ്ങളെന്താ എപ്പോഴും പോയില്ല എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഈ ഭർത്താവ് പറഞ്ഞു, പോകുന്നവും പറയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാ ആളുകൾ സന്യസിക്കുന്നത്? ഇങ്ങനെ പോണമെന്ന് പല പ്രാവശ്യം ഇങ്ങനെ ചിന്തിച്ച് പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത് എവിടെ പോകണം, ഏതാശ്രമത്തിൽ ചെന്ന് സന്യാസം സ്വീകരിക്കണം, ഉത്തരേന്ത്യയിൽ പോകണോ ഇല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലുള്ള ഏതെങ്കിലും ആശ്രമത്തിൽ മതിയോ, ഇങ്ങനെ ആലോചിച്ചല്ലേ സന്യാസത്തിന് തയ്യാറാവുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, സന്യാസം എന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നതാണ്, അവരങ്ങ് പോകും. നിങ്ങൾക്ക് എങ്ങനെ അറിയാം സന്യാസികൾ എങ്ങനെയാ പോകുന്നത്? ഇത് കേട്ടപ്പോൾ ഭർത്താവ് പറഞ്ഞു, സന്യാസികൾ എങ്ങനെയാണ് വീട് വിട്ടിറങ്ങുന്നത് നിനക്ക് കാണണോ? കാണണം. എന്ത് ചെയ്തു? ഉടുത്തിരുന്ന മുണ്ട് നടക്ക് വെച്ച് വലിച്ചു കയറി ഒരു കൗബീനമായിട്ട് ഉടുത്തു, ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക്, തിരിഞ്ഞു നോക്കിയില്ല. ആ സ്ത്രീ സ്തബ്ധയായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സന്യാസത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടാത്ത ആളാണ്. ഒറ്റ പോക്ക്. എന്താണ്? ഇതാണ് വിരക്തി. സന്യസിക്കുന്നവന് എങ്ങനെ പോകുമെന്നാണല്ലോ ആ സ്ത്രീ ചോദിച്ചത്. ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞു. ഉടുത്തിരുന്ന മുണ്ടഴിച്ചു, അതിൻ്റെ ഒരു കഷണം കീറി കൗബീനമായിട്ട് ഉടുത്തു, ഒറ്റ പോക്ക്. അതായത് ഈ ഭർത്താവിൻ്റെ ഉള്ളിൽ ശരിക്കുള്ള സന്യാസ ഗുണമുണ്ടായിരുന്നു, മറ്റേവന്റെ വാക്കിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സന്യാസം. അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പോകും, ഒന്നും പോവില്ല. അതുകൊണ്ട് ആരെങ്കിലും ഞാൻ സന്യസിച്ചുകളെയും പൊയ്ക്കളയും, ഇതൊക്കെ എന്താ, അച്ഛനമ്മമാരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള പിള്ളേരുടെ ഓരോ തന്ത്രങ്ങളാണ്. അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾ വീഴരുത്. പോകുന്നു പറയുന്നവൻ പോവില്ല, പോകുന്നു എന്ന് പറയാതെ ചിലരങ്ങ് പോവും, അങ്ങനെയുള്ളവർ മാത്രമേ പോകൂ. അപ്പൊ ശത്തവരെ പോലെ തിരുമ്പാമർ പോകലുമാം. മരിച്ചവർ എങ്ങനെയാണോ തിരിച്ചു വരാതെ ഒരു പോക്ക് പോകുന്നത്, അതുപോലെ ചില ജ്ഞാനികൾ പോയിട്ട് ഒരിക്കലും പിന്നെ സ്വദേശത്തോ തൻ്റെ ബന്ധുബാന്ധവന്മാരുടെ അടുത്തോ തിരിച്ചു വരാറില്ല, പോവും. ശങ്കരാചാര്യരൊക്കെ സന്യാസം സ്വീകരിച്ചാൽ അവസാനം അമ്മയുടെ മരണവേളയിൽ എത്തി എന്നാണ്, അങ്ങനെ വാക്ക് കൊടുത്തിട്ടാണ് പോയത്. അമ്മയുടെ പ്രാണൻ പിരിയുന്ന സമയത്ത് ഞാൻ അമ്മയുടെ സമീപത്തുണ്ടാവും. ഇത് ഒരു കൂട്ടരുടെ കഥ. യദ്ദിശയും ഒன்றെன்று ഇരിക്കലുമാം.
ഏത് ദിക്കും എന്ന് പറഞ്ഞാൽ ഏത് നാടും ഏത് ദേശവും എനിക്ക് സമം എന്ന് കരുതി ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് താമസിച്ചു എന്നും വരാം. അതുകൊണ്ട് അയാളുടെ ജ്ഞാനത്തിന് കുറവോ ക്ഷീണമോ ഒന്നും ഉണ്ടാവുന്നില്ല. ചിലരിങ്ങനെ സഞ്ചരിക്കും, ചിലർ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നു എന്ന് വരാം. യദ്ദിശയും ഒണ്ടെണ്ടിരിക്കലുമാം. ചിലർക്ക് എല്ലാ ദിക്കും ഒന്ന് തന്നെ, എല്ലാ ദേശവും സ്വദേശം തന്നെ എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക ദേശത്തിൽ കഴിഞ്ഞുകൂടി എന്നും വരാം. മുക്തർ തമക്ക്, മുക്തർ എന്ന് പറഞ്ഞാൽ മുക്തർക്ക്, മുക്തപുരുഷന്മാർക്ക് അഖണ്ഡം അണുചിറ്റിലാടരംഗം. അഖണ്ഡം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രപഞ്ചം. അണ്ഡം, ആട്, അരംഗം. ഈ പ്രപഞ്ചം അവർക്ക് അരങ്ങാണ്, സ്റ്റേജ്. നാടകവും മറ്റും കളിക്കാൻ നമ്മൾ സ്റ്റേജ് ഉണ്ടാക്കാറുണ്ടല്ലോ. പ്രപഞ്ചം അവരെ സംബന്ധിച്ച് ഒരു സ്റ്റേജാണ്. അവർ നടന്മാരാണ്. എന്ന് പറഞ്ഞാൽ എന്താ? കഥയില്ല, ഇതിലൊന്നിലും ഒരു കഴമ്പുമില്ല, ഞാൻ ആത്മാവാണ്. തൽക്കാലം ഒരു ശരീരത്തോടു കൂടി ഇങ്ങനെ സഞ്ചരിക്കുന്നു. ലോകം അരങ്ങാണ്. അഖണ്ഡം അണുചിറ്റിൽ ആടരംഗം. ദേഹം അണുചിറ്റിൽ ആടരംഗം. ദേഹം അണുചിറ്റിൽ. ശരീരം ഒരു ചെറിയ വാസസ്ഥാനം അല്ലെങ്കിൽ ഗൃഹം ആണെന്ന് അവർ കരുതുന്നു. ശരീരം തൽക്കാലത്തേക്ക് നമുക്ക് താമസിക്കാനുള്ള ഒരു ചെറിയ വീടെന്ന് പോലുമില്ല, ഒരു മുറി. അല്ലാതെ ഈ ശരീരം ഞാനാണെന്നോ ഇത് എൻ്റേതാണെന്നോ ഈ ശരീരത്തെ ആശ്രയിച്ച് ഞാൻ വിഷയസുഖങ്ങളൊക്കെ അനുഭവിക്കുമെന്നോ ഉള്ള ചിന്തയൊന്നും ഒരു ജ്ഞാനിയുടെ ഉള്ളിലില്ല. അഖണ്ഡം ആട് അരംഗം. ദേഹം അണു ശിട്രിൽ. ലോകം അവരെ സംബന്ധിച്ച് ഒരു അരങ്ങാണ്. ശരീരം ഒരു ചെറിയ ഗൃഹമോ മുറിയോ പോലെയാണ് എന്നാണ് അവരുടെ വിചാരം. അലാൽ എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ, ഈ ഒരു ഭാവമല്ലാതെ കണ്ടിടുകയ്ക്ക് ഏതുമിലൈ കാൺ. കണ്ടിടുകയ്ക്ക് നോക്കി പഠിക്കാൻ, എന്തെങ്കിലും ആരിൽ നിന്നും മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ അവർക്കൊന്നുമില്ല. എന്തുകൊണ്ട്? സർവജ്ഞരാണവർ. എല്ലാം അറിയാം. പ്രപഞ്ചം എന്താണെന്നറിയാം, പ്രപഞ്ചത്തിന് കാരണമായ അവിദ്യ എന്താണെന്നറിയാം, അല്ലെങ്കിൽ അഹങ്കാരം എന്താണെന്നറിയാം, ഇവയുടെയൊക്കെ അധിഷ്ഠാനമായ ബോധം എന്താണെന്നും അറിയാം. എല്ലാറ്റിനെ കുറിച്ചും സമഗ്രമായ അറിവുള്ളവരാണ് ഈ ജ്ഞാനികൾ. അവർക്ക് ഈ പ്രപഞ്ചം ഒരു നാടകരംഗം. കണ്ടിടുകയ്ക്ക് ഏതുമില്ലേ, അവർക്ക് അറിയാനായിട്ട് ഒന്നുമില്ല, ആരിൽ നിന്നും ഒന്നും ഗ്രഹിക്കാനില്ല. ഇതിനാണ് വേദാന്തത്തിൽ ജിജ്ഞാസാ നിവൃത്തി എന്ന് പറയുന്നത്. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താ? അറിയാനുള്ള ആഗ്രഹം. അതാണ് ജിജ്ഞാസ. എന്തിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹമായാലും അതിനെ ജിജ്ഞാസ എന്ന് പറയും. ആത്മാവിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹവും അത് ആത്മജിജ്ഞാസ. ആത്മാവിനെ കുറിച്ച് അറിയണം എന്ന ആഗ്രഹമുള്ളവരാണല്ലോ സത്സംഗത്തിൽ വന്നിരിക്കുന്നത്. പക്ഷെ ആ ആത്മസത്യം സാക്ഷാത്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജിജ്ഞാസ നിവൃത്തമാകുന്നു, ജിജ്ഞാസയ്ക്ക് അറുതി വരുന്നു. ഇനിയിപ്പോ എന്താ? പിന്നെ ഒരു രസം എന്നുള്ള രീതിയിൽ സത്സംഗത്തിൽ വന്നിരിക്കാം, കേൾക്കാം. വിശേഷിച്ചൊന്നും അറിയാനില്ല. താൻ എന്തിനെയാണോ അറിയാൻ ശ്രമിച്ചിരുന്നത് അത് അനുഭവതലത്തിൽ വ്യക്തമായി പ്രകാശിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോ ഈ ശ്രവണം കൊണ്ട് അവർക്കെന്ത് പ്രയോജനം? മനനം ഉറപ്പ് വരാത്തവർക്കാണ്. ഉറപ്പ് വന്ന്, ബുദ്ധിക്ക് ഉറപ്പ് വന്ന് സത്യത്തെ നേരിൽ കണ്ടു കഴിഞ്ഞു. ഇനി എന്തിനു മനനം? ഇന്ദ്രിയങ്ങൾ പുറം വിഷയങ്ങളിൽ വ്യാപരിച്ച് സത്യത്തിൽ നിന്ന് അകന്നു പോകുമോ എന്ന് ഭയമുള്ളവർ നിധിധ്യാസനം ശീലിക്കണം. മനസ്സ് പ്രപഞ്ചത്തിൽ ആകൃഷ്ടമാകുന്നില്ലെങ്കിലോ, ആത്മാവിൽ നിന്ന് അന്യമായി വേറെ ഏതെങ്കിലും വിഷയത്തിലോ മറ്റു കാര്യങ്ങളിലോ മനസ്സ് ചിതറിപ്പോകുമ്പോഴാണ് നമ്മൾ ധ്യാനം ശീലിക്കുന്നത്. ആത്മാവിൽ നിന്ന് മനസ്സ് വ്യതിചലിക്കാതെ എപ്പോഴും അതിൽ തന്നെ പറ്റിയിരിക്കുന്നെങ്കിൽ ഇനി വിശേഷിച്ചൊരു ധ്യാനം എന്തിന്? ചുരുക്കം എന്താ? ശ്രവണ മനന നിധിധ്യാസന ധ്യാനങ്ങൾ ഒന്നും ജ്ഞാനിക്ക് ആവശ്യമില്ല. അദ്ദേഹം നിത്യശ്രവണത്തിലാണ്, നിത്യമനനത്തിലാണ്, നിത്യനിധിധ്യാസനത്തിലാണ്, നിത്യധ്യാനത്തിലാണ്, നിത്യസമാധിയിലാണ്, നിത്യമുക്തിയിലാണ്. പൂർണ്ണനാണ്, നിഷ്കളങ്കനാണ്, പരമപാവനനാണ്, ഈശ്വരനാണ്, പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാനമാണ്, ബ്രഹ്മമാണ്. കണ്ടെടുക്കൈക്ക് ഏതുമില്ലേ കാൺ. അറിഞ്ഞോളൂ, കാണൂ, മനസ്സിലാക്കൂ, വ്യക്തമായി ധരിച്ചോളൂ. ഈ കാര്യത്തിൽ നിങ്ങൾക്ക്
യാതൊരു സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല. അതിൻ്റെ മലയാള വ്യാഖ്യാനം കൂടെ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. മരിച്ചവർ തിരിച്ചു വരാതിരിക്കും പോലെ അവർ വിട്ട സ്ഥലത്ത് വീണ്ടും വന്നു ചേരുവാൻ ഇച്ഛയില്ലാതെ ദിക്കെങ്ങും നടന്നു കഴിയുന്നു. അത് ഒരു കൂട്ടരുടെ കഥ. അവർക്ക് ഏത് ദേശവും ഒന്നുപോലെ തന്നെ കാണപ്പെടും. യദ്ദിശയും ഒன்றെന്നിരിക്കലുമാം. ആ മുക്തന്മാർക്ക് ഗൃഹം ഒരു ചിറ്റില്ലമായും, ചിറ്റില്ലം എന്ന് പറഞ്ഞാൽ ചെറിയ വീട്, ഇല്ലം എന്ന് പറഞ്ഞാൽ നമ്പൂതിരി ഗൃഹങ്ങളെയാണ് സാധാരണ നമ്മൾ ഇല്ലം എന്ന് പറയുന്നത്. ഇല്ലം എന്നുള്ളത് വീടിനെ തമിഴിൽ പറയുന്ന സാധാരണ വാക്കാണ്. നമ്മൾ നിലയം, ഭവനം എന്നൊക്കെ പറയാറില്ലേ വീടിന്, മന്ദിരം എന്നൊക്കെ. അതുപോലെ വെറും വീട് എന്നേ അർത്ഥമുള്ളൂ ഈ ഇല്ലത്തിന്. ഒരു ചിറ്റില്ലമായും എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീട്. ആ മുക്തന്മാർക്ക് ഗൃഹം ഒരു ചിറ്റില്ലമായും എന്നല്ല, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ശരീരം ഒരു ചെറിയ ഗൃഹം പോലെയും വിശ്വം നടനരംഗമായും കാണുന്നതല്ലാതെ ഇരിക്കാനോ വിഹരിക്കാനോ പ്രത്യേക ഭൂതലം അവർക്കുണ്ടാകണമെന്നില്ല. അവർക്ക് വിശേഷിച്ചൊരു വാസസ്ഥാനമില്ല. അവർക്ക് ഇന്ന സ്ഥലത്തെ അവർ കഴിയൂ, ഇന്ന ഭക്ഷണമേ കഴിക്കൂ, ഇന്ന ആൾക്കാരുമായിട്ടേ സമ്പർക്കപ്പെടൂ, ഇങ്ങനെ ഒരു നിർബന്ധവും അവർക്കില്ല. വേണമെന്നുള്ള അപേക്ഷയും അവർക്കുണ്ടാകുന്നില്ല. ലോകസംഗ്രഹാർത്ഥം അഥവാ തോന്നിയാൽ ഉണ്ടാവുകയും ചെയ്യും. ലോകത്തെ രക്ഷിക്കണം. ഒരു ദേശത്തുള്ള നിവാസികൾ അധ്യാത്മ ചിന്തയിലൊക്കെ നല്ല താല്പര്യമുള്ളവരാണ്. കുറെ പേര് തന്നെ സമീപിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കുറെ കാലം കഴിയുന്നതിനും വിരോധമില്ല. ഞാൻ അങ്ങനെയല്ല, ഞാൻ 3 രാത്രിയിൽ കൂടുതൽ ഒരിടത്തും തങ്ങാറില്ല, ഇന്ന് 3ാമത്തെ രാത്രിയാണ്, നാളെ രാവിലെ ഞാൻ സ്ഥലം വിടും, അങ്ങനെയൊന്നുമില്ല. അവർക്ക് 3ഉം 30ഉം 300ഉം 3000 എല്ലാം തുല്യമാണ്. പ്രത്യേകിച്ച് ഒരു സ്ഥലത്തോട് മമത ഇല്ലാത്തത് കൊണ്ട് അവരിങ്ങനെ നടന്നു നീങ്ങുന്നു, അത്രയേ ഉള്ളൂ. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് നാളെ വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ.